Good morning, all. Good morning, ma'am. Good morning, ma'am. Okay, കഴിഞ്ഞ ദിവസം എടുത്ത് വായിച്ചു നോക്കിയായിരുന്നോ? Yes, ma'am. നമ്മള് സ്റ്റാർട്ട് ചെയ്തത് ഈ ഒരു ടേംസ് അല്ലെ, നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരുന്നു എംപ്ലോയീസ് റിലേഷൻസ്. Sure. ഇപ്പോ എംപ്ലോയീസ് റിലേഷൻസിനെ കുറിച്ചിട്ട് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ നമ്മൾ പറഞ്ഞു അല്ലേ? അപ്പൊ നമ്മള് പറഞ്ഞു നിർത്തിയത് ഫസ്റ്റ് ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞത് എംപ്ലോയിയുടെ റിലേഷൻ. നമുക്കറിയാം ഒരു വ്യവസായ സ്ഥാപനമാണെങ്കിൽ പല റിലേഷൻഷിപ്പ് അവിടെ മെയിൻറ്റെയിൻ ചെയ്ത് പോകണം അല്ലെ? നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് പോകാലോ. Yes, ma'am. Okay. ഇപ്പൊ നമ്മൾ കണ്ടു, ഒരു വ്യവസായ സംരംഭം ആകുമ്പോൾ അവര് തൊഴിലുടമയും തൊഴിലാളികളും തമ്മിൽ നല്ലൊരു ബന്ധം വേണം. ഒപ്പം തന്നെ എന്താണ്, ഗവൺമെന്റ് ആയിട്ടൊരു നല്ല ബന്ധം വേണം, മാർക്കറ്റുമായിട്ട്. അത് മാത്രമല്ല മറ്റ് ഇതര കൺട്രികളുമായിട്ടൊക്കെ തന്നെ നല്ലൊരു വ്യവസായ ബന്ധം സ്ഥാപിച്ചാൽ മാത്രമാണ് നമ്മൾ ഉത്പാദിപ്പിക്കുന്ന സാധനങ്ങളെല്ലാം വിറ്റഴിയാനായിട്ട് സാധിക്കുകയുള്ളൂ. അത് മാത്രമല്ല നമ്മുടെ സേവനങ്ങളും എല്ലാവരുമായിട്ട് കണക്ട് ചെയ്ത് അല്ലെ, വിവിധ സ്റ്റേറ്റുകളിലേക്കാണ് എങ്കിലും നമുക്ക് കൈമാറ്റം ചെയ്യണമെങ്കിൽ എല്ലാം തമ്മിൽ നല്ലൊരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് പോകണം അല്ലെ. അപ്പൊ അതിന്റെ ഒരു സ്റ്റാർട്ടിങ് ആണ് നമ്മൾ കണ്ടത്. എന്താണ്, ഇൻഡസ്ട്രിയൽ റിലേഷൻസിന് മറ്റൊരു പേരിലൊക്കെ അറിയപ്പെടാമെന്ന് കണ്ടു, ലേബർ മാനേജ്മെന്റ് റിലേഷൻസ് ആൻഡ് ലേബർ റിലേഷൻസ് അല്ലെ. ഡിഫറെന്റ് പ്ലേസസിൽ വ്യത്യസ്ത രീതിയിലാണ് ഈ ഒരു എംപ്ലോയർ റിലേഷൻഷിപ്പ് അറിയപ്പെടുന്നത്. ഓക്കെ, നമുക്കറിയാം അല്ലെ, എല്ലാ തരത്തിലുള്ള നാഷണലി ഇന്റർനാഷണലി ആയിട്ട് നല്ല ഒരു ബന്ധം കൈവരിച്ചാൽ മാത്രമാണ് ഏത് തരത്തിലുള്ള ചലഞ്ചസ് വന്നാലും അതിനെ ഫേസ് ചെയ്യാനായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഒന്നിച്ച് ഡെവലപ്പ് ചെയ്യാനും അല്ലെ അതിനൊക്കെ തരണം ചെയ്ത് പോകാനൊക്കെ ആയിട്ട് സാധിക്കുകയുള്ളൂ. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ഇൻട്രൊഡക്ഷനിലാണ് നമ്മൾ ജസ്റ്റ് ഇത്രയും കണ്ടത്. നെക്സ്റ്റ് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. The term industrial relations is made up of two words, industry and relations, where industry denotes a fruitful and creative activity that involves individuals or group of people, and relations denotes association between employer and employer. Okay, അവിടെ രണ്ട് വേർഡ്സ് അല്ലെ, അത് പ്രധാനമായിട്ടും ഉൾക്കൊണ്ടുകൊണ്ടാണ് നമുക്ക് അറിയാം ഇൻഡസ്ട്രിയൽ റിലേഷൻസ് എന്നുള്ള വേർഡ് വരുന്നത്. അതിലെ ഇൻഡസ്ട്രി അല്ലെ, അത് എന്താണ് ഡെഫിനറ്റ്ലി മീൻ ചെയ്യുന്നത് എന്താണ്, ഫ്രൂട്ട്ഫുൾ ആൻഡ് ക്രിയേറ്റീവ് ആക്ടിവിറ്റി അല്ലെ. അവിടെ എന്താണ്, ഫലപ്രദമായ, അതായത് ഫലപുഷ്ടമായിട്ടുള്ള അല്ലെങ്കിൽ സൃഷ്ടിപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ. ആരുടെ പ്രവർത്തനങ്ങൾ? ഓരോ ഇൻഡിവിജ്വൽസിന്റെ അല്ലെ, അവരുടെ അവിടെയുള്ള ഓരോ എംപ്ലോയീസിന്റെയും എംപ്ലോയറിന്റെയും എല്ലാം തന്നെ ഫലപ്രദമായിട്ടുള്ള പ്രവർത്തനങ്ങൾ. അതല്ലെങ്കിൽ അവർ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസിനെ അല്ലെ അവിടെ ഇൻവോൾവ് ചെയ്യുകയാണെങ്കിൽ അവരുടെ കോമൺ ആയിട്ടുള്ള ഗ്രൂപ്പായിട്ടുള്ള എഫേർട്ട് കൊണ്ട് നേടിയെടുക്കുന്ന ഫലങ്ങൾ അല്ലെ, അതിനെയാണ് അവിടെ മീൻ ചെയ്യുന്നത്. Then relations denotes association between employer and employee, employee and employee, labor union and management, organization and society, etc. അപ്പൊ അവിടെ അവര് ഫലപ്രദമായിട്ട് ആക്ടിവിറ്റി അല്ലെ ക്രിയേറ്റിവിറ്റിയിൽ ഏർപ്പെടുന്നുണ്ട്.
അതോടൊപ്പം തന്നെ ഈ ക്രിയേറ്റിവിറ്റിയിൽ ഏർപ്പെടുമ്പോൾ അവിടെ എന്താണ് നല്ലൊരു ബെറ്റർ റിലേഷൻഷിപ്പോട് കൂടിയിട്ടായിരിക്കണം ഏർപ്പെടുന്നത് അല്ലെ. അവിടെ എന്താണ് പറയാ സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ഉൾക്കൊണ്ടുകൊണ്ട് അവരവരുടെ ഡ്യൂട്ടിയിലേക്ക് ഏർപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എന്താണ് നമുക്ക് നല്ല രീതിയിൽ റിസൾട്ട് നേടിയെടുക്കാൻ സാധിക്കില്ല അല്ലെ. വളരെ സാറ്റിസ്ഫാക്ഷൻ കിട്ടണമെങ്കിൽ തൃപ്തിയോട് കൂടിയിട്ട് ആണ് അവര് ജോലിയിൽ ഏർപ്പെടുമെങ്കിൽ നമുക്ക് നല്ല ബെറ്റർ റിസൾട്ട് നേടിയെടുക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ അവിടെയുള്ള മെമ്പേഴ്സ് ആയിട്ട് അല്ലെ അവിടെ കൃത്യമായിട്ട് എടുത്ത് പറയുന്നുണ്ട് എന്താണ് അവിടെ ഡിനോട്ട്സ് അസോസിയേഷൻ ബിറ്റ്വീൻ എംപ്ലോയർ ആൻഡ് എംപ്ലോയി അല്ലെ. തൊഴിലുടമയും തൊഴിലാളികളും തമ്മില് തൊഴിലാളികൾ തമ്മില് ലേബർ യൂണിയൻ ആൻഡ് മാനേജ്മെന്റ് തമ്മില് ഓർഗനൈസേഷൻ ആൻഡ് സൊസൈറ്റി അല്ലെ എന്ന് എക്സെട്ര. നമുക്കറിയാം ഗവൺമെന്റ് തമ്മില് ഇനി മാർക്കറ്റിലെ കമ്പോളം തമ്മില് അല്ലെ അവരൊക്കെ തമ്മില് എന്താണ് നല്ലൊരു ബെറ്റർ റിലേഷൻഷിപ്പ് അവിടെ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതുണ്ട്. വിച്ച് എക്സിസ്റ്റ് ഇൻ ദ ഇൻഡസ്ട്രി ഇതെല്ലാം തന്നെ ഉൾക്കൊള്ളുന്നതാണ് ഇത് നമ്മുടെ വ്യവസായ സംരംഭം എന്ന് പറയുന്നത്. അപ്പൊ വ്യവസായ സംരംഭത്തിൽ നമുക്കറിയാം ഒട്ടനവധി പ്രവർത്തനങ്ങൾ ആക്ടിവിറ്റികൾ നന്നായിട്ട് തന്നെ നടക്കുന്നുണ്ട്, ഇൻവോൾവ് ആയിട്ടുന്നുണ്ട്. ഇത്തരത്തിലുള്ള ആക്ടിവിറ്റികളെല്ലാം നടക്കേണ്ടത് എങ്ങനെയാണ് നല്ലൊരു ബെറ്റർ റിലേഷൻഷിപ്പോട് കൂടിയിട്ടാണ് ഇത്തരത്തിലുള്ള ആക്ടിവിറ്റി എല്ലാം നടപ്പാക്കേണ്ടത്. എങ്കിൽ മാത്രമാണ് വിചാരിച്ച റിസൾട്ട് നേടിയെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഓക്കെ അല്ലേ? ആണോ? അങ്ങനെ തന്നെയല്ലേ? നല്ലൊരു റിലേഷൻഷിപ്പ് ഇല്ലെങ്കിൽ അല്ലെ അവിടെ നന്നായിട്ട് തന്നെ എല്ലാവർക്കും പ്രവർത്തിക്കാൻ സാധിക്കില്ല അല്ലെ. നെക്സ്റ്റ് എന്താണ് അതിൽ പറയുന്ന കാര്യങ്ങൾ? therefore industrial relations is the relationship between the employees and the management which is a direct or indirect result of the union employer relationship. ഓക്കെ നമുക്കറിയാം. അപ്പൊ അവിടെ പ്രധാനമായിട്ട് നമുക്കറിയാം എന്താണ് അവിടെ തൊഴിലുടമയും യൂണിയനും തമ്മിൽ നല്ലൊരു കോണ്ടാക്ട് അല്ലെ ഒരു നല്ലൊരു ബന്ധമുണ്ടെങ്കിൽ മാത്രമാണ് അവിടെ തർക്കങ്ങളൊന്നും ഇല്ലാതെ അല്ലെ. അല്ലെങ്കിൽ എന്താണ് കമ്പനി സ്റ്റാർട്ട് ചെയ്യും, കുറച്ച് കഴിയുമ്പോഴേക്കും ആരെങ്കിലൊക്കെ സ്ട്രൈക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നിട്ട് വരും. എന്താണ് കമ്പനിയുടെ ആ ഒരു പ്രവർത്തനം തടസ്സപ്പെടുത്താനായിട്ടുള്ള സാധ്യതകൾ വരുന്നത്. അപ്പൊ എന്താണ് പ്രധാനമായിട്ടും മാനേജ്മെന്റും അല്ലെങ്കിൽ അവിടെയുള്ള യൂണിയനും തമ്മിൽ അല്ലെങ്കിൽ തൊഴിലുടമയൊക്കെ തമ്മിൽ നല്ലൊരു റിലേഷൻഷിപ്പ് കൊണ്ടുപോവുകയാണെങ്കിൽ ഇൻഡസ്ട്രിയൽ ആയിട്ട് നല്ലൊരു ബെറ്റർ റിലേഷൻഷിപ്പ് കൊണ്ടുപോകേണ്ടത് മസ്റ്റ് ആയിട്ടുള്ള ആവശ്യമാണ്. അങ്ങനെ ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചാൽ മാത്രമാണ് റിസൾട്ട് നേടിയെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ പറയാണ് ഡയറക്റ്റ് ഓർ ഇൻഡയറക്റ്റ് റിസൾട്ട് ഓഫ് യൂണിയൻ എംപ്ലോയർ റിലേഷൻഷിപ്പ് അല്ലെ. അവിടെ നല്ലൊരു നേരിട്ടോ അല്ലാതെയോ പരോക്ഷമായിട്ടോ അവരുടെ തമ്മിൽ നല്ലൊരു ബന്ധം അവിടെ ഉണ്ടായിരിക്കണം. Okay, then industrial relations can be understood in the both narrow as well as the wide sense. അതായത് നമുക്കറിയാം ഈ പറഞ്ഞ വ്യവസായ ബന്ധങ്ങൾ രണ്ട് രീതിയിൽ അല്ലെ നാരോ ആൻഡ് വൈഡ് സെൻസിൽ നമുക്ക് ബന്ധപ്പെടുത്താവുന്നതാണ്. In the narrow sense, industrial relations talk about every sort of association between all the members of an organization, such as between employees, employers, യൂണിയൻസ് ആൻഡ് വർക്കേഴ്സ്. ഓക്കെ നാരോ സെൻസിൽ നോക്കുകയാണെങ്കിൽ അവിടെ നല്ലൊരു റിലേഷൻഷിപ്പ് അവിടെ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് നമുക്കറിയാം തൊഴിലുടമയാണ് അല്ലെ. അവിടെ തൊഴിലാളികൾ തമ്മിൽ അല്ലെങ്കിൽ തൊഴിലുടമയും തൊഴിലാളികളും തമ്മിൽ അവിടെയുള്ള യൂണിയനും വർക്കേഴ്സും തമ്മിലൊക്കെ നല്ലൊരു ബന്ധം അവിടെ സ്ഥാപിക്കേണ്ടതുണ്ട്. വൈഡ്ലി കൺസെപ്റ്റിൽ എന്താ നോക്കാം? ദിസ് കൺസെപ്റ്റ് ഈസ് എന്താണ് ബേസിക്കലി യൂസ്ഡ് ഇൻ ഇന്ത്യ ആൻഡ് ബ്രിട്ടൻ. ഇൻ ദ വൈഡർ സെൻസ് ഇൻഡസ്ട്രിയൽ റിലേഷൻസ് ടോക്ക് അബൌട്ട് all forms of association that the organization forms with a different segment of the society which comes in its conduct. ഓക്കെ വൈഡർ സെൻസിൽ വരുമ്പോൾ വിവിധ വിഭാഗങ്ങൾ അല്ലെ വിവിധ വിഭാഗങ്ങൾ നമ്മൾ നല്ലൊരു സമ്പർക്കം നമ്മൾ നേടിയെടുക്കേണ്ടതുണ്ട്. അപ്പൊ വിവിധ വിഭാഗങ്ങൾ എന്ന് പറയുമ്പോൾ എന്താണ് സെപ്പറേറ്റ് സൊസൈറ്റിയുമായിട്ട് അല്ലെ നമ്മള് സമൂഹവുമായിട്ടൊക്കെ തന്നെ നമ്മൾ ആ ഒരു ഇൻഡസ്ട്രിയുടെ അകത്ത് മാത്രമല്ല അല്ലെ എംപ്ലോയി അല്ലെങ്കിൽ അവിടെയുള്ള യൂണിയൻ അത്രയും ഒരു റിലേഷൻഷിപ്പ് മാത്രമല്ല അവിടെ വരുന്നത്, പുറത്തേക്കും അല്ലെ നമ്മുടെ സമൂഹത്തിലേക്കും നല്ലൊരു ബെറ്റർ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകേണ്ടതുണ്ട്. അപ്പോൾ വൈഡർ സെൻസിലേക്കും എന്താണ് ഇൻഡസ്ട്രിയൽ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് പോയാലാണ് എന്താണ് ആ ഓർഗനൈസേഷന്റെ റിസൾട്ട് നല്ല രീതിയിൽ ഏൺ ചെയ്തെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇൻ കേസ് നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി ഒരു നാരോ സെൻസിൽ മാത്രം അത് കൈകാര്യം ചെയ്താൽ ബെറ്റർ റിസൾട്ട് നേടിയെടുക്കാമെന്നില്ല അല്ലെ. നാരോ സെൻസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അവിടെ എംപ്ലോയേഴ്സ് അല്ലെങ്കിൽ യൂണിയൻ നേതാക്കളൊക്കെ തമ്മിലുള്ള ഒരു എന്താണ് ഇന്റർ റിലേഷൻഷിപ്പ് മാത്രമാണ് അല്ലെ. ഒരു എക്സ്റ്റേണൽ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് അവിടെ വരുന്നില്ല. വൈഡർ സെൻസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം സമൂഹത്തിലേക്ക് ഇറങ്ങി ചെന്ന് ഏതൊക്കെ രീതിയിൽ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുമോ അവിടെയൊക്കെ നല്ല രീതിയിലുള്ള റിലേഷൻഷിപ്പ് ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് റിസൾട്ട് നേടിയെടുക്കാനായിട്ട് സാധിക്കും. ഓക്കെയാണോ? അപ്പൊ
അപ്പൊ ഇൻഡസ്ട്രിയൽ റിലേഷൻഷിപ്പിൽ എന്തൊക്കെ സെൻസ് പെടാം? വൈഡർ സെൻസ് ആൻഡ് നാരോ സെൻസ്. ഇൻ കേസ് വൈഡർ സെൻസിൽ എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യാം അല്ലെങ്കിൽ നാരോ സെൻസിൽ എന്തൊക്കെ ഇൻക്ലൂഡഡ് ആണ് എന്നുള്ളതൊക്കെ ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് പോവാം. ഓക്കെ, അതിന്റെയൊക്കെ അപരനാമങ്ങളൊക്കെ നോട്ട് ചെയ്യാം. എന്താണ് ഇൻഡസ്ട്രി ഡിനോട്ട് ചെയ്യുന്നതും റിലേഷൻസിൽ ആരൊക്കെയാണോ ഉൾക്കൊള്ളുന്നതൊക്കെയുള്ള കാര്യങ്ങൾ ജസ്റ്റ് നോട്ട് ചെയ്ത് പോവാം. കേളേ നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് അക്കോർഡിംഗ് ടു ILO അല്ലെ, ഓരോ ഡെഫിനിഷൻസ് ആണ്. നമുക്കറിയാം ഏതൊരു ഇങ്ങനെ ടോപ്പിക് ആണെങ്കിലും അതിന് അതിൻ്റെതായിട്ടുള്ള വ്യത്യസ്ത ഡെഫിനിഷനുകൾ വരും. മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഡെഫിനിഷൻ ഒന്നും ബൈ ഹാർട്ട് പഠിച്ച് എഴുതേണ്ടതൊന്നും വരില്ല. പക്ഷെ ആരുടെ അഭിപ്രായത്തിലാണ് ഇത്തരത്തില് എംപ്ലോയീസ് റിലേഷൻസിനെ ഡിഫൈൻ ചെയ്യുന്നത് എന്നൊക്കെയുള്ള രീതിയിൽ ക്വസ്റ്റ്യൻസ് വരാം. അതുകൊണ്ട് തന്നെ എത്രയോ ഡെഫിനിഷൻ തരുന്നുണ്ടെങ്കിൽ അവരുടെ പേരുകൾ ജസ്റ്റ് ബൈ ഹാർട്ട് തന്നെ ചെയ്ത് വെക്കുക. ഓക്കെ, ഡെഫിനേഷൻ എന്താന്നുള്ളത് ബൈ ഹാർട്ട് ചെയ്തില്ലെങ്കിൽ എന്താണ് ആശയം എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇതിലെ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഡെഫിനേഷൻ എന്ന് പറയുന്നത് അക്കോർഡിംഗ് ടു ദി ILOന്റെ അതായത് ഇൻഡസ്ട്രിയൽ റിലേഷൻസ് അല്ലെ, അവരുടെ അഭിപ്രായത്തിൽ എന്താണ് പറയുന്നത്? ഇൻഡസ്ട്രിയൽ റിലേഷൻസ് ഡീൽസ് വിത്ത് either the relationship between the state and the employers and workers organization or the relation between the occupational organization themselves. അല്ലെ, അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ആരാണ് സ്റ്റേറ്റ് അല്ലെ, നമ്മുടെ സംസ്ഥാനം തൊഴിലുടമകളും തൊഴിലാളികൾ തമ്മിലൊക്കെ ഒരു നല്ല ബന്ധമുണ്ടായിരിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി ഒരു വൈഡർ സെൻസിലുള്ള ഒരു റിലേഷൻഷിപ്പ് ആണ് അല്ലെ. ഇൻഡസ്ട്രിയൽ റിലേഷൻസ് ഡീൽസ് വിത്ത് either the relationship between the state and the employers, തൊഴിലുടമകളും ഗവൺമെന്റ് സംസ്ഥാന ഗവൺമെന്റുകളും തമ്മിൽ നല്ലൊരു ബന്ധം ഉണ്ടാവുക. ആൻഡ് വർക്കേഴ്സ് ഓർഗനൈസേഷൻ അല്ലെ, അവിടെ വർക്കേഴ്സും സ്ഥാപനങ്ങളും തമ്മിൽ നല്ലൊരു ബന്ധം ഉണ്ടാവുക. ഓർ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ഒക്യുപേഷണൽ ഓർഗനൈസേഷൻസ് ദംസെൽഫ്. അതേപോലെ തന്നെ തമ്മിൽ അല്ലെ, പരസ്പരം അവിടെയുള്ള എംപ്ലോയീസ് ഒക്കെ തമ്മിലൊരു ബന്ധം, നല്ല അഭേദ്യമായ ബന്ധം ഉണ്ടാകുക എന്നുള്ളതാണ് എംപ്ലോയീസ് റിലേഷൻഷിപ്പ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അവിടെ നാരോ സെൻസ് മാത്രമല്ല അവിടെ എടുക്കുന്നത് അല്ലെ, തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് വേണ്ടത്. നമുക്കറിയാം അവിടെ എംപ്ലോയിയും അല്ലെങ്കിൽ യൂണിയൻ മാത്രമായിട്ട് ഒരു റിലേഷൻഷിപ്പ് അല്ല മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകേണ്ടത് എന്നാണ് ആരുടെ അഭിപ്രായത്തിൽ പറയേണ്ടത്? അക്കോർഡിംഗ് ടു ദ ILOയുടെ അഭിപ്രായത്തിൽ പറയുന്നത്. അപ്പൊ അക്കോർഡിംഗ് ടു ILOയുടെ അഭിപ്രായത്തിൽ ഇൻഡസ്ട്രിയൽ റിലേഷൻസ് ഡീൽസ് വിത്ത് either the relationships between the state and the employers and workers organization അല്ലെ, അവിടെ സംസ്ഥാനവും തൊഴിലുടമകളും തമ്മിൽ ബന്ധമുണ്ട്. ദെൻ വർക്കേഴ്സ് ഓർഗനൈസേഷൻ, തൊഴിലാളികളും സംഘടനയും തമ്മിൽ നല്ലൊരു ബന്ധമുണ്ടാവണം. ഓർ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ഒക്യുപേഷണൽ ഓർഗനൈസേഷൻ ദംസെൽവ്സ് അല്ലെ, അവിടെ ഉള്ള തൊഴിലാളികൾ തമ്മിലൊക്കെ നല്ല രീതിയിലുള്ള ബന്ധം ഒത്തൊരുമിച്ച് പോകേണ്ടതുണ്ട്. ഓക്കെ, ക്ലിയർ ആണോ ഫസ്റ്റ് ഡെഫിനിഷൻ? ILOന്റെ ഫുൾ ഫോം അറിയാമോ? ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ. ഓക്കെ, അപ്പൊ ഇത്തരത്തിലുള്ള ബന്ധങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നതാണ് ഇൻഡസ്ട്രിയൽ റിലേഷൻസ് എന്നാണ് നമ്മൾ ഡിഫൈൻ ചെയ്തത്. നെക്സ്റ്റ് നോക്കാനുള്ളത് ഓക്കെ അല്ലേ, ഫസ്റ്റ് ഡെഫിനിഷൻ ആണോ? ക്ലിയർ ആയോ ഫസ്റ്റ് ഡെഫിനിഷൻ? നോടി പറയേണ്ടതല്ലോ. ILOന്റെ ഫുൾ ഫോം ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ. നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് അക്കോർഡിംഗ് ടു പ്രൊഫസർ ക്ലെഗ്
എന്താണ് ക്ലെഗിന്റെ അഭിപ്രായത്തിൽ എന്താ പറയാന്ന് നോക്കാം. ഇൻഡസ്ട്രിയൽ റിലേഷൻ encompasses the rules governing employment together with the ways in which the rules are made and changed and their interpretation and administration. ഓക്കെ, നമുക്കറിയാം കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഏതൊരു ഓർഗനൈസേഷനും ആവശ്യമാണ്. ഇൻഡിവിജ്വലി വരുമോ? ഓക്കെ, അപ്പൊ അത്തരത്തിലുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അല്ലെ അത് നിർമ്മിക്കുന്നതും അത് മെയിൻറ്റെയിൻ ചെയ്യുന്നതും ആയ ബന്ധങ്ങൾ നമുക്കറിയാം. ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നമ്മൾ നിർമ്മിക്കണമെങ്കിൽ തന്നെ നമുക്കറിയാം നല്ലൊരു അവ്യക്തമായ ബന്ധം ഉണ്ടായി കഴിയുമ്പോഴാണ് ഓക്കെ തൊഴിലാളികളും തൊഴിലുടമയും തമ്മിലൊക്കെ ഓക്കെ അവർക്ക് പറ്റാവുന്ന തരത്തിലുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെയാണ് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത് അല്ലെ. അപ്പൊ അവർ തമ്മിൽ നല്ലൊരു ബെറ്റർ റിലേഷൻഷിപ്പോട് കൂടിയിട്ടാണ് അതൊക്കെ കൈകാര്യം ചെയ്യാൻ സാധിക്കുള്ളൂ. നോക്കാം, ഇൻഡസ്ട്രിയൽ റിലേഷൻസ് encompasses the rules governing employment together with the ways in which അല്ലെ. അവിടെ പറയുന്നത് എന്താണ്? വ്യവസായ ബന്ധം എന്നത് തൊഴിൽ നിയമങ്ങളെ നിയന്ത്രിക്കുന്നതും നിയമങ്ങൾ നിർമ്മിക്കുന്നതും അല്ലെങ്കിൽ മാറ്റിമറിക്കുന്നതുമെല്ലാം അല്ലെ. അവിടെ പറയുന്ന റൂൾസ് ആർ മെയ്ഡ് ആൻഡ് ചേഞ്ച്ഡ് ആൻഡ് ദെയർ ഇന്റർപ്രിട്ടേഷൻ ആൻഡ് അഡ്മിനിസ്ട്രേഷൻ അല്ലെ. അതിന്റെ ഭരണ നിർവഹണവും എല്ലാം തന്നെ ഉൾക്കൊള്ളുന്നതാണ് എന്തെന്ന് പറയുന്നത് എംപ്ലോയീസ് റിലേഷൻസ് എന്ന് പറയുന്നത്. അതായത് എംപ്ലോയീസ് റിലേഷൻസിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഏതൊരു സംഘടനയ്ക്കും അതിൻ്റെതായ നിയമങ്ങളും ചട്ടാവലികളും ഉണ്ട് അല്ലെ. അത് നല്ല രീതിയിലുള്ള നിയമങ്ങളാണെങ്കിലാണ് എല്ലാവർക്കും അത് ഫോളോ ചെയ്ത് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ അല്ലെ. അപ്പൊ അതെല്ലാം തന്നെ ഉൾക്കൊള്ളുന്നത് ആ നിയമാവലികൾ നിർമ്മിക്കുന്നതും നിയന്ത്രിക്കുന്നതും അതിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തുന്നതും എല്ലാം തന്നെ ഈ ഒരു നല്ല ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും. അപ്പൊ ആ ഒരു രീതിയിലാണ് എംപ്ലോയീസ് റിലേഷൻസിനെ അവിടെ എന്താണ് നിർവചിക്കുന്നത്. According to Professor Clegg, industrial relations encompass the rules governing employment together with the ways in which the rules are made and changed and their interpretation and administration. ഓക്കെ, അപ്പൊ അവിടെ എന്താണ് അതിന്റെ ഭരണ നിർവഹണവും അല്ലെങ്കിൽ അതിന്റെ വിന്യാസം അല്ലെ അത് എല്ലാവരിലേക്കൊക്കെ എത്തിപ്പെടുന്നതും എല്ലാം തന്നെ ഉൾക്കൊള്ളുന്നതാണ് എന്തെന്ന് പറയുന്നത് എംപ്ലോയീസ് റിലേഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അക്കോർഡിംഗ് ടു ILOന്റെ അഭിപ്രായത്തിൽ എന്താണ് അവിടെ ഗവൺമെന്റും അല്ലെ എല്ലാ തരത്തിലുള്ള അതിന്റെ റിലേഷൻസും എല്ലാം തന്നെ ഉൾക്കൊള്ളുന്നതാണ്. എങ്കിൽ ഇവിടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അതിനെ ഗവേൺ ചെയ്യുന്നത്, അതിനെ എന്താണ് ഉണ്ടാക്കുന്നത്, അതേമാതിരി തന്നെ ചേഞ്ചസ് വരുത്തുന്നത്, അതുമായി ബന്ധപ്പെട്ട എല്ലാ ഘടകങ്ങളും അല്ലെ ഭരണ നിർവഹണം ഒക്കെ ഉൾക്കൊള്ളുന്നതാണ് എന്തെന്ന് പറയുന്നത് എംപ്ലോയീസ് റിലേഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? രണ്ട് ഡെഫിനിഷൻസും ഓക്കെ അല്ലേ? രണ്ട് കാര്യമാണ് പഠിച്ചത്. ഒന്ന് ILOന്റെ അഭിപ്രായത്തില്, രണ്ട് ക്ലെഗിന്റെ അഭിപ്രായത്തിലുണ്ട്. ഓക്കെ, ഞാൻ വീണ്ടും ഓക്കെ അല്ലേ? കണ്ടിന്യൂ ചെയ്തോട്ടെ. എന്താണ് അക്കോർഡിംഗ് ടു ഡെയിൽ യോട്ടറിന്റെ അഭിപ്രായത്തിൽ എന്താ നോക്കാം. ഇൻഡസ്ട്രിയൽ റിലേഷൻസ് ആർ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ മാനേജ്മെന്റ് ആൻഡ് എംപ്ലോയീസ് or among employees and their organizations that characterize and draw out of employment. ഓക്കെ, അതായത് ഇവിടെ എന്താണ് അവിടുത്തെ അതായത് അവിടെയുള്ള തൊഴിലാളികളുടെ ഒക്കെ വളർച്ചയ്ക്ക് അല്ലെ വളർച്ചയ്ക്കും അത് സൃഷ്ടിക്കുന്ന ജീവനക്കാരുടെ ഇടയിൽ അവരുടെ സ്ഥാപനങ്ങൾക്കിടയിലുള്ള ഒരു വളർച്ച അല്ലെ തൊഴിൽ ചെയ്യുന്നതിനോടൊപ്പം തന്നെ അവരുടെ സ്കില്ലും നോളജൊക്കെ വികസിച്ചു പോരുന്നുണ്ട് അല്ലെ. അപ്പൊ അതെല്ലാം ഉൾക്കൊള്ളുന്നത് അത്തരത്തിലുള്ള സവിശേഷതകളെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു ഇടം അല്ലെ. ആ ഒരു ബന്ധമാണ് അവിടെ മെയിൻ ചെയ്യുന്നത്. ഇൻഡസ്ട്രിയൽ റിലേഷൻസ് ആർ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ മാനേജ്മെന്റ്. നമുക്കറിയാം നല്ലൊരു വ്യവസായ ബന്ധം ഉണ്ടെങ്കിൽ അവിടെയുള്ള തൊഴിലാളികളും എന്താണ് നല്ല ഒരു അല്ലെ നല്ലൊരു കഴിവിറ്റ തൊഴിലാളികളായി മാറും. കേസ് നല്ല ബന്ധമില്ലാതെ വരുമ്പോഴാണ് അവരെപ്പോഴും എന്താണ് പഴയ തന്നെ ജീവിതം അല്ലെ അവരുടെ ജോലി അല്ലെ എത്ര നാള് മുമ്പാണെങ്കിലും ഒരേ ജോലി തന്നെ അതിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് തടയപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് വരിക. പക്ഷെ നല്ലൊരു വ്യവസായ ബന്ധമൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് അവരവരുടെ കഴിവുകളും നോളജൊക്കെ ഡെവലപ്പ് ചെയ്ത് അല്ലെ ആ സ്ഥാപനത്തിന്റെ ഉയർച്ചയ്ക്കും ഉന്നമനത്തിനൊക്കെ വേണ്ടിയിട്ട് അവർ നന്നായിട്ട് പ്രവർത്തിക്കും അല്ലെ. അപ്പൊ ഇൻഡസ്ട്രിയൽ റിലേഷൻസ് ആർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ് ബിറ്റ്വീൻ മാനേജ്മെന്റ് ആൻഡ് എംപ്ലോയീസ്. അവിടെ തൊഴിലുടമകളും മാനേജ്മെന്റും തൊഴിലാളികളും തമ്മിലും ഓർ എമംഗ് എംപ്ലോയീസ് ആൻഡ് ദിയർ ഓർഗനൈസേഷൻസ്. അതായത് വ്യവസായ സംരംഭങ്ങൾ അല്ലെ ആ ഒരു സംഘടനയും
തൊഴിലാളികളും തമ്മിലൊക്കെ നല്ലൊരു ബന്ധം, അവരുടെ ആ ഒരു സവിശേഷതകളെല്ലാം ആ സവിശേഷതകളൊക്കെ വെച്ച് തന്നെ അവരുടെ അവരുടെ വളർച്ച അവിടെ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള എല്ലാ ബന്ധങ്ങളെയും എന്തെന്ന് പറയുന്നു? എംപ്ലോയീസ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നു. ഇൻഡസ്ട്രിയൽ റിലേഷൻസ്, വ്യവസായ ബന്ധം എന്ന് പറയുന്നത് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ മാനേജ്മെന്റ് ആൻഡ് എംപ്ലോയീസ് എംപ്ലോയീസ് ആൻഡ് ദിയർ ഓർഗനൈസേഷൻ. ദാറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെ അവിടെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് അവരുടെ വളർച്ചയ്ക്ക് അല്ലെ അവരുടേതായിട്ടുള്ള വളർച്ചയ്ക്ക് അവരുടെ സ്വന്തം കഴിവുകളൊക്കെ വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് ജീവനക്കാരുടെ സ്വന്തം കഴിവുകളൊക്കെ വളർത്തിയെടുക്കാനായിട്ടുള്ള ഒരു നല്ല ബന്ധം. ആ ബന്ധത്തിനെയാണ് എന്തെന്ന് പറയുന്നത് എംപ്ലോയീസ് റിലേഷൻസ്. ഒരുപക്ഷെ നമുക്കറിയാം മാനേജ്മെന്റും തൊഴിലുടമകളും തമ്മിൽ അല്ലെങ്കിൽ തൊഴിലാളികളൊക്കെ തമ്മിലുള്ള ബന്ധമായിരിക്കും. ഒരുപക്ഷെ മാനേജ്മെന്റ് പറയുന്നതെല്ലാം കേൾക്കാൻ തൊഴിലുടമകൾ തയ്യാറാണ് എങ്കിൽ എംപ്ലോയീസിന്റേതായിട്ടുള്ള ട്രെയിനിങ് കാര്യങ്ങളൊക്കെ അവർക്ക് കൊടുക്കും അല്ലെ. അങ്ങനെ അനുവദിച്ചു കൊടുക്കുമ്പോൾ നല്ലൊരു ബെറ്റർ റിലേഷൻഷിപ്പ് അവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ അവരുടെ സ്കില്ലും നോളജ് ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ പറയുന്നത് എന്താണോ വളർച്ചയ്ക്ക് പ്രാബല്യമായിട്ടുള്ള നല്ലൊരു ബന്ധം, ആ ബന്ധത്തിനെയാണ് എന്ന് പറയുന്നത് എംപ്ലോയീസ് റിലേഷൻസ് എന്ന് പറയുന്നത്. ചെയ്യണോ? വ്യത്യസ്ത അഭിപ്രായക്കാരാണ് അല്ലേ എല്ലാവരും തന്നെ, പഠിച്ചു വെക്കാനേ എളുപ്പമാണ്. നെക്സ്റ്റ് ലാസ്റ്റ് വേർഡ് പറയുന്നത് അക്കോർഡിംഗ് ടു പ്രൊഫസർ ഡൺലപ്പ്. ഡൺലപ്പിന്റെ അടിസ്ഥാനത്തിൽ എന്താന്ന് പറയുന്നത് ഇൻഡസ്ട്രിയൽ റിലേഷൻസ് മേ ബി ഡിഫൈൻഡ് ആസ് ദ കോംപ്ലക്സ് ഓഫ് ഇന്റർ റിലേഷൻസ് എമംഗ് വർക്കേഴ്സ്, മാനേജേഴ്സ് ആൻഡ് ഗവൺമെന്റ്. അതായത് പരസ്പരം, അതായത് അവിടെയുള്ള മാനേജ്മെന്റും ഗവൺമെന്റും അല്ലെങ്കിൽ തൊഴിലാളികൾ തമ്മിൽ തൊഴിലുടമകളൊക്കെ അല്ലെ ആ ഒരു ഓർഗനൈസേഷന്റെ ഉള്ളിൽ തന്നെയുള്ള നല്ലൊരു ബന്ധം അല്ലെ സങ്കീർണമായിട്ടുള്ള ആ പരസ്പര ബന്ധത്തിനെയാണ് എന്തെന്ന് പറയുന്നത് ഇൻഡസ്ട്രിയൽ റിലേഷൻസ് എന്ന് പറയുന്നത് അല്ലെ. ആ പരസ്പരമായിട്ടുള്ള സങ്കീർണമായിട്ടുള്ള പരസ്പര ബന്ധത്തിനെ ആരൊക്കെ തമ്മിലാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? ഇന്റർ റിലേഷൻസ് എമംഗ് വർക്കേഴ്സ് അല്ലെ. അവിടെ ആ ഒരു ഓർഗനൈസേഷന്റെ ഉള്ളിൽ തന്നെയുള്ള നല്ല ബന്ധങ്ങൾ, അല്ലെങ്കിൽ തൊഴിലുടമയും ഗവൺമെന്റ് ഒക്കെ തമ്മിൽ, മാനേജ്മെന്റും ഗവൺമെന്റ് ഒക്കെ തമ്മിലുള്ള നല്ലൊരു ബന്ധത്തിനെ, അതിസങ്കീർണമായിട്ടുള്ള ബന്ധത്തിനെയാണ് എന്തെന്ന് പറയുന്നത് ഇൻഡസ്ട്രിയൽ റിലേഷൻസ് എന്ന് പറയുന്നത്. അത് ആരുടെ അഭിപ്രായത്തിലാണ്? അക്കോർഡിംഗ് ടു ഡൺലപ്പ്. ഓക്കെ, പേരുകളൊക്കെ പഠിച്ചുള്ളൂ. അക്കോർഡിംഗ് ടു ILO, then according to Professor Clerk, then according to Daily Order, then according to Professor Dunlop. 4 പേരാണ് ഈ ഇൻഡസ്ട്രിയൽ റിലേഷൻസിനെ കുറിച്ചിട്ട് ഡെഫിനിഷൻ തയ്യാറാക്കിയിരിക്കുന്നത്. ഓക്കെ, അതെ എന്താണ് ഇൻഡസ്ട്രിയൽ റിലേഷൻസിനെ കുറിച്ചിട്ടാണ്. ഓക്കെ, കൺഫ്യൂസിങ് ഉണ്ട്. അപ്പൊ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി. മറ്റൊന്നില് ഗവൺമെന്റിനെ കുറിച്ചിട്ട് നമുക്കറിയാം ഡെഫിനിഷൻസ് അതേപോലെ തന്നെ നിർവചിക്കണം അല്ലെ, എന്നാലാണ് ഡെഫിനിഷൻസിന് മാർക്ക് കൊടുക്കും. നമുക്ക് പക്ഷെ ഡെഫിനേഷൻ ബൈ ഹാർട്ട് ചോദിക്കുന്ന കാര്യമില്ല, ഡെഫിനേഷൻ ബൈ ഹാർട്ട് പഠിക്കേണ്ടതില്ല. അപ്പൊ ഓരോന്നിലും എന്താണോ ഒരു സ്പെഷ്യാലിറ്റി വന്നേക്കണെന്നുള്ള കാര്യം മനസ്സിലാക്കുക. എല്ലാത്തിലും സെയിം മീനിങ് തന്നെയാണ്. ഒന്നിനോട് ചെറിയൊരു വേരിയേഷൻസ് വരുന്നുണ്ട്. അതായത് ഒന്നിലെ നമ്മളിപ്പോ കണ്ടായിരുന്നു ഗവൺമെന്റിനെയും കൂടി പ്രിഫർ ചെയ്യുന്നുണ്ട് അല്ലെ, അവരെടുത്ത് പറയുന്നുണ്ട് സ്റ്റേറ്റ് ബിറ്റ്വീൻ ദ സ്റ്റേറ്റ് ആൻഡ് ദ എംപ്ലോയീസ് അല്ലെ. അവിടെ സ്റ്റേറ്റിനെ കുറിച്ചും കൂടി അല്ലെ അവിടെ കൃത്യമായിട്ട് തന്നെ സമൂഹവും തമ്മിൽ നല്ലൊരു ബന്ധം ഉണ്ടാക്കുന്നു. അതായത് ഓർഗനൈസേഷനിൽ നല്ലൊരു ബന്ധം അല്ലെ അവിടെ പരസ്പരം ഉള്ള ആ ഒരു ബന്ധത്തിനെ കുറച്ചും കൂടി ഇലാബറേറ്റ് ചെയ്ത് പറയുന്നുണ്ട്. മറ്റൊന്നില് നമ്മൾ പറഞ്ഞത് റൂൾസുകൾ അല്ലെ, നമ്മുടെ നിയമ ചട്ടക്കൂടുകളൊക്കെ ഉണ്ടാക്കുന്നത്, മാറ്റങ്ങൾ വരുത്തുന്നത് ഒക്കെ അല്ലെ, ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിലുള്ള കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളുന്ന ഒരു ബന്ധത്തിനെ കുറിച്ചിട്ടാണ്. ഈ ഓർഡറിന്റെ അഭിപ്രായത്തിൽ നമ്മൾ പറഞ്ഞു അവിടെ ഗ്രോ അല്ലെ, അവിടെ റിലേഷൻഷിപ്പ് കൊണ്ട് തന്നെ അവിടെയുള്ള തൊഴിലാളികൾക്ക് വളർച്ചയുണ്ടെങ്കിൽ അല്ലെ അതുമായി ബന്ധപ്പെട്ട് വരുന്ന നല്ല റിലേഷൻഷിപ്പിനെയാണ് അവിടെ എടുത്തു പറയുന്നത്. അക്കോർഡിംഗ് ടു പ്രൊഫസർ ഡൺലപ്പിന്റെ അഭിപ്രായത്തിൽ നമുക്കറിയാം ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ഇന്റർ റിലേഷൻസ് അല്ലെ, ഒരു സങ്കീർണമായിട്ടുള്ള ഒരു ബന്ധം, വ്യവസായ ബന്ധം, ആരൊക്കെ തമ്മില് വർക്കേഴ്സ് തമ്മിൽ അല്ലെ, ഇന്റർ റിലേഷൻസ് എമംഗ് വർക്കേഴ്സ്, മാനേജേഴ്സ് ആൻഡ് ഗവൺമെന്റ്. സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡെഫിനിഷൻ എന്ന് പറയുന്നത് ഡൺലപ്പിന്റെയാണ് അല്ലെ. പേരുകളെങ്കിലും നിങ്ങൾ ഓർത്ത് വെക്കുക. ജസ്റ്റ് ആ ഒരു പോയിന്റ് അല്ലെ നമ്മുടെ മൈൻഡിലേക്ക് കൊണ്ടുവരുന്ന ജസ്റ്റ് ആ പോയിന്റ് മാത്രം ഒന്ന് അണ്ടർലൈൻ ചെയ്ത് പോവുക. അപ്പൊ
ബാങ്കിൽ കിടന്നോ ആരുടെ അഭിപ്രായമാണെന്നൊക്കെയുള്ള കാര്യം. ഓക്കെ, നേച്ചർ എടുക്കാം. നേച്ചർ ഓഫ് എംപ്ലോയീസ് റിലേഷൻസ്. ഫസ്റ്റ് അല്ലെ അവിടെ എംപ്ലോയീസ് റിലേഷൻസിന്റെ സവിശേഷതകളെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് സവിശേഷത നേച്ചർ എന്ന് പറയുന്നത് കോംപ്ലക്സ് റിലേഷൻഷിപ്പ്. നമുക്കറിയാം സങ്കീർണമായിട്ടുള്ള ബന്ധങ്ങൾ തമ്മിൽ ഉണ്ട് അല്ലെ, പരസ്പരം അവിടെ നല്ല ചിലപ്പോ എന്താണ് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതകളുണ്ട് അല്ലെ. അപ്പൊ നല്ലൊരു ബെറ്റർ റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ അത് കൈകാര്യം ചെയ്ത് പോകാൻ പറ്റുള്ളൂ. അപ്പം ദ റിലേഷൻഷിപ്പ് ദ ഇൻഡസ്ട്രിയൽ റിലേഷൻസ് ഡെവലപ്പ് ബിറ്റ്വീൻ ആൻ എംപ്ലോയി ആൻഡ് എംപ്ലോയർ ഈസ് നോട്ട് എ സിമ്പിൾ ആൻഡ് ഈസി വൺ അല്ലെ. അവിടെ എടുത്ത് പറയുന്നുണ്ട് നല്ലൊരു ബന്ധം, വ്യാവസായിക ബന്ധം കെട്ടിപ്പടുക്കുക, അതായത് തൊഴിലുടമയും തൊഴിലാളികളൊക്കെ തമ്മിൽ നല്ലൊരു വ്യാവസായിക ബന്ധം കെട്ടിപ്പടുക്കുക എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ട് കാര്യമൊന്നല്ല, ഇച്ചിരി ബുദ്ധിമുട്ടേറിയ കാര്യങ്ങളൊക്കെ തന്നെയാണ്. കാരണം തൊഴിലാളികൾ പറയുന്ന കാര്യങ്ങളൊക്കെ എന്താണ് തൊഴിലുടമ അംഗീകരിച്ചു കൊടുക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടേറിയ കാര്യമാണ് അല്ലെ. അവിടെ തൊഴിലുടമയ്ക്കും പറ്റാവുന്ന രീതിയിൽ ഫിനാൻസ് മുടക്കിയിട്ടാണ് തൊഴിലാളികൾ പറയുന്ന കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ് നല്ലൊരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്തെടുക്കുക എന്ന് പറയുന്നത് അത്ര സിമ്പിൾ ആയിട്ടുള്ള കാര്യമൊന്നല്ല, എങ്കിലും അത് ആവശ്യമാണ് അല്ലെ. ആ ഒരു വ്യവസായ സംരംഭത്തിന്റെ വളർച്ചയ്ക്ക് അത് അത്യാവശ്യ ഘടകം തന്നെയാണ്. Then it is a relatively an art of living together to fulfill the common objectives of a productive effectively individual welfare and industrial growth. Okay, നമുക്കറിയാം വ്യവസായ വളർച്ചയ്ക്കും അല്ലെങ്കിൽ അവിടെയുള്ള വ്യക്തികളുടെ ക്ഷേമ പ്രവർത്തനങ്ങൾക്കും അല്ലെങ്കിൽ നല്ല മൂല്യത്തോടു കൂടിയിട്ടുള്ള എഫക്റ്റീവ് ആയിട്ടുള്ള അവരുടെ ആ ഒരു പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനുള്ള കഴിവിനും അല്ലെങ്കിൽ എന്താണ് ഉദ്ദേശിക്കുന്ന ആ ഒരു ഓർഗനൈസേഷൻ ഉദ്ദേശിക്കുന്ന ലക്ഷ്യം നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടും നല്ല എന്താണ് ക്രിയേറ്റീവ് ആയിട്ടുള്ള രീതിയിൽ അല്ലെ, നല്ല രീതിയിലുള്ള ഒരു റിലേറ്റീവ്ലി നല്ലൊരു ആർട്ട് അല്ലെ എന്ന് വെച്ചാൽ ഒരു കലാപരമായ രീതിയിൽ തന്നെ അത് കൈകാര്യം ചെയ്യും. നമ്മുടെ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്തെടുക്കാന്ന് പറഞ്ഞാൽ കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ് അതെല്ലാം ഫോളോ ചെയ്യണമെന്നില്ല അല്ലെ. ഈ ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അവരിലൂടെ നടപ്പാക്കണമെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് ഒരു നല്ല രീതിയിൽ അല്ലെ അവർ തമ്മിൽ പരസ്പരം ബന്ധത്തിൽ തന്നെ അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം. എങ്കിൽ മാത്രമാണ് അവർ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഇൻഡസ്ട്രിയൽ ഗ്രോത്തും അല്ലെങ്കിൽ ക്ഷേമ പ്രവർത്തനങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ എഫക്റ്റീവായിട്ട് കൈകാര്യം ചെയ്തെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. എന്താ പറയുന്നത്, it is necessary for the organization to maintain a cordial industrial relations in order to build a healthy behaviors, conductive working environment, easy working procedures, etc. ഓക്കെ, അപ്പൊ നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊണ്ട് പോകണമെങ്കിൽ അല്ലെ, നല്ലൊരു രീതിയിൽ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്തു പോകണമെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് അവിടെ നല്ലൊരു വർക്കിംഗ് പ്രൊസീജിയേഴ്സ് അല്ലെ, നടപടിക്രമങ്ങളെല്ലാം ഈസി ആയിട്ടുള്ള രീതിയിലുള്ള നടപടിക്രമങ്ങളൊക്കെ ആയിരിക്കണം. അതേമാതിരി തന്നെ അല്ലെ അവിടെ ഡ്യൂട്ടിക്ക് ആയിട്ടുള്ള എൻവയൺമെന്റ് കാര്യങ്ങളൊക്കെ അല്ലെ നമ്മുടെ എന്താണ് ഒരു ഡ്യൂട്ടി അല്ലെ അതിന് അനുയോജ്യമായിട്ടുള്ള ഒരു എൻവയൺമെന്റൽ നേച്ചർ ആയിരിക്കും. എന്ന് വെച്ചാൽ അതിന് അനുയോജ്യമായിട്ടുള്ള ഒരു സിറ്റുവേഷൻസ് ആണ് അവിടെ അറേഞ്ച് ചെയ്ത് കൊടുക്കേണ്ടത് അല്ലെ. അവർക്ക് ഒരു സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് ഇങ്ങനെ ഡ്യൂട്ടി ഏൽപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ എന്താണ് അവർക്ക് സാറ്റിസ്ഫാക്ഷനോട് കൂടിയിട്ട് വർക്ക് ചെയ്യാൻ സാധിക്കില്ല. അതായത് തൊഴിലുടമയും തൊഴിലാളിയും തമ്മിൽ നല്ലൊരു ബന്ധം നേടിയെടുത്തിട്ട് വർക്ക് ചെയ്യാൻ സാധിക്കണമെന്നില്ല അല്ലെ. കാരണം സ്ട്രെസ്സും കാര്യങ്ങളാണ് അവരിൽ ഇട്ട് കൊടുത്തേക്കുന്നത്. പക്ഷെ എന്താണ് ഈ സ്ട്രെസ്സും കാര്യങ്ങളൊന്നും കൊടുക്കാതെ തന്നെ നല്ലൊരു രീതിയിൽ തന്നെ അവരെ കൊണ്ട് മാക്സിമം എഫേർട്ട് എടുക്കാനായിട്ടുള്ള രീതിയിൽ ഒരു കലാപരമായ രീതിയിൽ തന്നെ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാനുള്ള ഒരു ബിഹേവിയർ അല്ലെ, ഒരു പെരുമാറ്റ രീതിയായിരിക്കണം തീർച്ചയായിട്ടും എംപ്ലോയറുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടത്. അതുകൊണ്ട് തന്നെ പറയുന്നത് ഇറ്റ് ഈസ് നെസസറി ഫോർ ദ ഓർഗനൈസേഷൻ മെയിൻറ്റെയിൻ കോർഡിനേറ്റ് ഇൻഡസ്ട്രിയൽ റിലേഷൻസ് ഇൻ ഓർഡർ ടു ബിൽഡ് ഹെൽത്തി ബിഹേവിയർ അല്ലെ. നല്ല ഒരു ആരോഗ്യപരമായിട്ടുള്ള പെരുമാറ്റ രീതി അവിടെ വിശേഷാൽ അവിടെ വേണം. ഇതിന് വേണ്ടിയിട്ട് നല്ലൊരു ബെറ്റർ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട്. ഓക്കെയാണോ കോംപ്ലക്സ് റിലേഷൻഷിപ്പ്? ഓക്കെയാണോ? നമ്മള് നേച്ചർ ഓഫ് എംപ്ലോയീസ് റിലേഷൻഷിപ്പ് എന്നൊക്കെ പറയുമ്പോൾ അല്ലെ എല്ലാത്തിലും എല്ലാ ഇതിലും നമുക്കറിയാം എന്താണ് വ്യത്യസ്ത ഇമ്പോർട്ടൻസ് ഓഫ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള രീതിയിലായിരിക്കും അല്ലെ. ഇപ്പൊ നമ്മുടെ യൂണിയനെ പഠിക്കുകയാണെങ്കിലും അല്ലെങ്കിൽ എന്താണ് ഇപ്പൊ റിലേഷൻഷിപ്പിനെ കുറിച്ച് പഠിക്കുകയാണെങ്കിലും അല്ലെങ്കിൽ കളക്റ്റീവ് ബാർഗെയിനെ കുറിച്ചിട്ട് പഠിക്കുകയാണെങ്കിലും എല്ലാത്തിലും ഈ പറഞ്ഞ മാത്രം ഡെഫിനിഷൻസും നേച്ചറും സ്കോപ്പും
ഇമ്പോർട്ടൻസും കാര്യങ്ങളൊക്കെ വരും അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ ജസ്റ്റ് ആ ഹെഡിങ് മസ്റ്റ് ആയിട്ട് തന്നെ പഠിച്ചു പോകണം. എന്താണ് കോംപ്ലക്സ് റിലേഷൻഷിപ്പ് അല്ലെ, അവിടെ നേച്ചർ ഓഫ് എംപ്ലോയീസ് റിലേഷൻഷിപ്പ് എന്നൊക്കെ രീതിയിൽ തിരിച്ചു മറിച്ചൊക്കെ ചോദിക്കുകയാണെങ്കിൽ അല്ലെ, മിക്സ് ചെയ്തൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ നേച്ചർ ആണോ എന്ന് തിരിച്ചറിവ് ഉണ്ടാവാനായിട്ട് ശ്രമിക്കേണ്ടതാണ്. ജസ്റ്റ് ഹെഡിങ് ഒക്കെ നോട്ട് ചെയ്ത് പോവാ. കോംപ്ലക്സ് റിലേഷൻഷിപ്പ്, കോംപ്ലക്സ് റിലേഷൻഷിപ്പില് നമ്മൾ കണ്ടു എന്താണ് തൊഴിലുടമയും തൊഴിലാളികളും തമ്മിൽ നല്ലൊരു ബന്ധം ഉയർത്തുക എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമൊന്നല്ല. ഒരു കലാപരമായ രീതിയിലൊക്കെ തന്നെയാണ് കൈകാര്യം ചെയ്തെടുത്താലാണ് വിദ്യാർത്ഥിയിലേക്ക് കൈവരിക്കാനായിട്ട് സാധിക്കുക. നെക്സ്റ്റ് നോക്കുകയാണെങ്കിലും ഒക്കെയാണ് അല്ലെ. നോക്കാം, നെക്സ്റ്റ് നോക്കാം. മിക്സ്ചർ ഓഫ് കോർപ്പറേഷൻ ആൻഡ് കോൺഫ്ലിക്റ്റ്. സഹകരണത്തിന്റെ ഒക്കെ അല്ലെ, തർക്കങ്ങളുടെ സഹകരണത്തിന്റെ ഒക്കെ ഒരു മിക്സർ ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബന്ധം എന്ന് പറയുന്നത്. നമുക്ക് എന്താണ് ഇൻഡസ്ട്രിയൽ റിലേഷൻസ് ഇസ് കൺസിഡേർഡ് ടു ബി എ ഫ്യൂഷൻ ഓഫ് കോർപ്പറേഷൻ ആൻഡ് കോൺഫ്ലിക്റ്റ്. അതായത് തർക്കങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്, എന്നാൽ സഹകരണത്തോടുകൂടി കൊണ്ടുപോകേണ്ട ഒരു രീതി കൂടിയും അവിടെ പരിഗണിക്കേണ്ടതുണ്ട്. സോ ദ ഓർഗനൈസേഷൻസ് ഒബ്ജക്റ്റീവ്സ് ഈസ് ഓൾവേസ് ടു ഗെയിൻ എംപ്ലോയീസ് കോർപ്പറേഷൻ. തീർച്ചയായിട്ടും നമുക്കറിയാം എംപ്ലോയീസ് സഹകരിച്ചില്ലെങ്കിൽ ഒരുപാട് നിയമങ്ങളും ചട്ടക്കൂടുകളും ഒന്നും ഉണ്ടാക്കിയാൽ കാര്യം ഉണ്ടാവണമെന്നില്ല അല്ലെ. വലിയൊരു ടാർഗറ്റ് ഒക്കെ അറ്റൈൻ ചെയ്യണമെന്നുള്ള രീതിയിൽ അവിടെ അതനുസരിച്ചുള്ള നിയമങ്ങൾ ചട്ടാവലികളൊക്കെ ഉണ്ടാക്കി കഴിയുമ്പോഴും അത് ഫോളോ ചെയ്യാനായിട്ട് അല്ലെ അവിടെ തൊഴിലാളികൾ തയ്യാറല്ല എങ്കിൽ അതുകൊണ്ട് പ്രത്യേകിച്ച് നേട്ടമൊന്നും ഉണ്ടാവില്ല അല്ലെ. അതുകൊണ്ട് തന്നെ നല്ലൊരു ഓരോ ഒബ്ജക്റ്റീവ്സ് നമ്മൾ നേടിയെടുക്കുകയോ തീർച്ചയായിട്ടും നല്ലൊരു സഹകരണം അവിടെ പരമാവധി ആവശ്യമാണ്. The degree of conflict is even ever present. The reason behind its mind. പലതരത്തിലുള്ള കോൺഫ്ലിക്ട്സുകൾ വരാനായിട്ടുള്ള സാധ്യതകളുണ്ട് അല്ലെ. പലതരത്തിലുള്ള ഒരു കോൺഫ്ലിക്ട്സുകൾ വരാനുള്ള സാധ്യതയുണ്ട്. അതുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ കുറച്ച് പറയുന്നത് ലേബർ ആൻഡ് മാനേജ്മെന്റ് ആർ ടു ഗ്രൂപ്പ്സ് വിച്ച് ആർ പ്രസന്റ് ഇൻ ഒരു ഓർഗനൈസേഷൻ. ഇപ്പൊ ഏതൊരു ഓർഗനൈസേഷൻ ആണെങ്കിലും നമുക്കറിയാം അവിടെ ലേബർ യൂണിയന് എപ്പോഴും പ്രവർത്തിക്കുന്നത് ആർക്ക് വേണ്ടിയായിരിക്കും? യൂണിയനുകൾ ആർക്ക് വേണ്ടിയായിരിക്കും പ്രവർത്തിക്കുന്നത്? ആർക്ക് വേണ്ടിയായിരിക്കും? എംപ്ലോയർക്ക് വേണ്ടിയിട്ടാണോ എംപ്ലോയിക്ക് വേണ്ടിയിട്ടായിരിക്കും? എംപ്ലോയി യൂണിയനൊക്കെ ആർക്ക് വേണ്ടിയിട്ടായിരിക്കും പ്രവർത്തിക്കുന്നത്? കൂടുതലായിട്ട് യൂണിയനുകളുടെ നേതൃത്വത്തില് നമ്മള് കാര്യങ്ങൾ നേടിയെടുക്കാനായിട്ട് ശ്രമിക്കുന്നത് ആർക്ക് ആയിരിക്കും പ്രാധാന്യം കൊടുക്കുന്നത്? ആർക്കൂല്ലേ? എംപ്ലോയർക്കാണോ എംപ്ലോയിക്കാണോ? എംപ്ലോയിക്ക് വേണ്ടിയിട്ടായിരിക്കും. ഓക്കെ. അതേസമയം മാനേജ്മെന്റ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് ആർക്ക് വേണ്ടിയിട്ടായിരിക്കും? മാനേജ്മെന്റ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് ആർക്ക് വേണ്ടിയിട്ടായിരിക്കും? എംപ്ലോയർക്ക് വേണ്ടി അല്ലെ, തൊഴിലുടമയ്ക്ക് വേണ്ടിയിട്ട്. മാനേജ് തലത്തിലുള്ളവര് എന്താണ് മാനേജ്മെന്റ് തലത്തിലുള്ളവര് എംപ്ലോയർക്ക് വേണ്ടിയിട്ട് പ്രാധാന്യം കൊടുക്കുമ്പോൾ യൂണിയൻ തലത്തിലുള്ളവര് എംപ്ലോയിക്ക് വേണ്ടിയിട്ടായിരിക്കും പ്രാധാന്യം കൊടുക്കുന്നത് അല്ലെ. പരസ്പരം വിരുദ്ധമായിട്ടുള്ള അഭിപ്രായങ്ങളായിരിക്കും ഇരുകൂട്ടരുടെയും. എംപ്ലോയർ ഉദ്ദേശിക്കുന്ന രീതിയിൽ മാനേജ്മെന്റ് കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ എംപ്ലോയേഴ്സ് അത് സ്വീകരിക്കുന്നില്ല എങ്കിൽ യൂണിയൻ ആയിരിക്കും അവർക്ക് സപ്പോർട്ട് നിന്നുകൊണ്ട് തന്നെ അവിടെ മത്സരിക്കുന്നത്. അപ്പോ എന്തെങ്കിലും ഗണിത മത്സരങ്ങൾ ഉണ്ടാവുന്ന അവർ തമ്മിൽ പരസ്പരം എന്താണ് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടാവാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ടാണ് പറയുന്നത് ലേബർ ആൻഡ് മാനേജ്മെന്റ് ആർ ടു ഗ്രൂപ്പ്സ് വിച്ച് ആർ പ്രസന്റ് ഇൻ എവറി ഓർഗനൈസേഷൻ. ഓർഗനൈസേഷനിൽ എപ്പോഴും എന്താണ് ലേബർ യൂണിയനുകളും മാനേജ്മെന്റും തമ്മിൽ എപ്പോഴും എന്താണ് വൈരുദ്ധ്യമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാവാം. They usually have a different perspective and perceptions of their interest and develop a negative thinking about each other. ഓക്കെ, അവരുടെ ധാരണകളും കാര്യങ്ങളൊക്കെ അല്ലെ എംപ്ലോയീസിന്റെ കൂടുതലായിട്ടുള്ള ആവശ്യങ്ങളും കാര്യങ്ങളൊക്കെ ആയിരിക്കും യൂണിയന്റെ മൈൻഡിൽ ഉണ്ടാവുക. അതോടൊപ്പം തന്നെ മാനേജ്മെന്റിന് എപ്പോഴും എംപ്ലോയറുടെ നിലപാടുകളായിരിക്കും ഉണ്ടാവുക. അപ്പൊ ആ ഒരു രീതിയിൽ അവര് എന്താണ് അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ ചിന്താഗതികൾ വരുമ്പോൾ നെഗറ്റീവായിട്ടുള്ള ഫലമായിരിക്കും എപ്പോഴും ഉണ്ടായിരിക്കുക. ഓക്കെ, അങ്ങനെ ഒരു കോൺഫ്ലിക്റ്റുകൾ എപ്പോഴും ഉണ്ടാവാനായിട്ടുള്ള സാധ്യതകളുണ്ട്. വീണ്ടും ഓർഗനൈസേഷൻസ് യൂഷ്വലി ഡു നോട്ട് ഹാവ് എ പ്രോപ്പർ ഗൈഡ് ലൈൻ ഓർ റൂൾസ് ടു സെറ്റ് ലിമിറ്റ്സ് ഇൻ ഓർഡർ ടു ഫുൾഫിൽ ദെയർ ഗോൾസ്. ഓക്കെ, ഒരു ഗോള് അച്ചീവ് ചെയ്യാനായിട്ട് അല്ലെ ഒരു കമ്പനി ആണെങ്കിലും ഒരു ഫേം ആണെങ്കിലും അതിന് ഇത്രയും ഗോളുകളുണ്ട് ലക്ഷ്യങ്ങളുണ്ട് എന്നുള്ളത് തീർച്ചയായിട്ടും എന്താണ് അവർക്ക്
മസ്റ്റ് ആയിട്ടല്ലേ റൂൾസ് ഒക്കെ കൃത്യമായിട്ടൊരു ഗൈഡ് ലൈൻ കൊടുക്കാൻ പറ്റിയെന്ന് വരില്ല. കാരണം തൊഴിലാളികള് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് അനുസരിച്ചിട്ടാണ് അവർക്ക് ആ ഒരു ലക്ഷ്യം അല്ലെ എത്രത്തോളം നല്ല രീതിയിലുള്ള ലക്ഷ്യങ്ങളാണ് എന്നുള്ളത് കണ്ടെത്താനായിട്ട്. നേരത്തെ കൂടി എസ്റ്റാബ്ലിഷ് ചെയ്ത് നമ്മൾ നിർവഹിച്ചു വെച്ചാൽ കൂടി എന്താണ് തീർച്ചയായിട്ടും അവിടെ വർക്ക് ചെയ്യേണ്ടത് തൊഴിലാളികളാണ്. തൊഴിലാളികൾ അതനുസരിച്ചിട്ട് കൈകാര്യം ചെയ്യാനായിട്ട് വൈമശ്യം കാണിക്കുമ്പോൾ എന്താണ് കറക്റ്റ് ആയിട്ടുള്ള ഒരു ബോർഡ് സെറ്റ് ചെയ്യാനായിട്ട് അവിടെ തൊഴിലുടമകൾക്ക് അല്ലെങ്കിൽ ആ ഓർഗനൈസേഷനൊന്നും സാധിക്കണമെന്നില്ല. Then due to lack of norms, both the group to go any extent and even to try justify their actions. Okay, അങ്ങനെ ഒരു സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ ഒരു നോംസ് മാനദണ്ഡങ്ങളുടെ അഭാവം ഉള്ളത് കൊണ്ട് തന്നെ ഇരുകൂട്ടരും എന്താണ് അവരുടേതായിട്ടുള്ള രീതിയിൽ അവർ വാദിച്ചുകൊണ്ടേയിരിക്കും. അതായത് യൂണിയൻ എംപ്ലോയറുടെ പക്ഷത്ത് ചേർന്നുകൊണ്ട് അതിന് അവരുടേതായിട്ടുള്ള കാര്യങ്ങൾക്ക് വാദിക്കുമ്പോൾ എംപ്ലോയർ മാനേജ്മെന്റ് അല്ലെ എംപ്ലോയർ മാനേജ്മെന്റ് എംപ്ലോയർക്ക് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് തന്നെ വാദിച്ചുകൊണ്ടിരിക്കും. Then when the groups comes together for negotiation, some past witness props apart from the present distract and hinders the negotiation process. Okay. In case അവിടെ ഒരു ചർച്ച സംഘടിപ്പിക്കാന്ന് വെച്ചാൽ തന്നെ സംഘടിപ്പിച്ചു കഴിഞ്ഞാൽ തന്നെ അത് പരിഹാരം കണ്ടെത്താന്ന് വെച്ചാൽ തന്നെ ഇവരെന്താണ് നേരത്തെ കൂട്ടി എന്തെങ്കിലും പിക്ചേഴ്സ് അല്ലെ അവർക്ക് കയ്പ് നിറഞ്ഞ അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ അതെല്ലാം ഇങ്ങനെ മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ടായിരിക്കും ഇവരിങ്ങനെ ചർച്ചയ്ക്ക് അല്ലെ മുന്നിൽ വരുന്നത് തന്നെ. അപ്പൊ അവരെ മുമ്പിൽ എന്താണ് അവർക്ക് നേരത്തെ കൈപ്പേറിയ എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അതനുസരിച്ചുകൊണ്ട് വാദിക്കാനൊക്കെ ഉണ്ട് ശ്രമിക്കും. സോ ദേ ഡു നോട്ട് റീച്ച് എ ജോയിന്റ് ഡിസിഷൻ. അങ്ങനെ വരുമ്പോൾ ഇരുകൂട്ടർക്കും എന്താണ് ഒരു ബെറ്റർ ആയിട്ടുള്ള തീരുമാനം എടുക്കാൻ പറ്റാത്ത അവസ്ഥകൾ ഉണ്ടാവാം. Okay, then വീണ്ടും industrial relations are concerned with the formation and observance of a multi-faceted association between the labor and union in an organizations. Okay, അപ്പൊ നമ്മളിങ്ങനെ മനസ്സിലാക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് അവിടെ ഈ ബന്ധങ്ങളൊക്കെ സംഘടിതമായിട്ട് അല്ലെങ്കിൽ അസംഘടിതമായിട്ട് എന്തെങ്കിലും ആവശ്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് വരാനായിട്ട് അല്ലെ അവരുടേതായിട്ടുള്ള ബഹുമാനോ ഒന്നും അവർ പരസ്പരം കൊടുക്കണമെന്നില്ല അല്ലെ. എപ്പോഴും ഇങ്ങനെ ഒരു കോൺഫ്ലിക്റ്റുകളൊക്കെ ഉണ്ടാവുമ്പോൾ എന്താണ് മൾട്ടി ഫെസ്റ്റഡ് അസോസിയേഷൻ ബിറ്റ്വീൻ ലേബർ ആൻഡ് യൂണിയൻ ഇൻ ആൻ ഓർഗനൈസേഷൻ അല്ലെ. അവിടെ എന്താണ് യൂണിയനും ഇതൊക്കെ തമ്മിൽ ഒന്നിൽ കൂടുതൽ ആയിട്ട് അല്ലെ ഒന്നിൽ കൂടുതലായിട്ടുള്ള ഒരു നിലപാട് ബഹുമുഖ രീതിയിൽ തന്നെ യൂണിയനുകളൊക്കെ പൊട്ടിപ്പുറപ്പെട്ട് വരാനൊക്കെ ആയിട്ടുള്ള സാധ്യതകൾ ഉണ്ടാകുന്നു. then അവർക്ക് അതിൻ്റെതായിട്ടുള്ള റെസ്പെക്റ്റും കാര്യങ്ങളൊക്കെ വിട്ടുപോകാനൊക്കെ ആയിട്ടുള്ള സാധ്യതകൾ വരുന്നു. then അങ്ങനെ വരുമ്പോൾ അവര് സംഘടിതമായിട്ടോ അസംഘടിതമായിട്ടൊക്കെ പ്രശ്നങ്ങൾ എന്താ പറയുക ദീസ് റിലേഷൻസ് ക്യാൻ ഈദർ ബി ഓർഗനൈസ്ഡ് ഓർ അൺഓർഗനൈസ്ഡ് ഫോം. ഓക്കെ, അവര് സംഘടിതമായോ അസംഘടിതമായിട്ടോ തന്നെ എന്താണ് എന്തെങ്കിലും തർക്കങ്ങളിലേക്കൊക്കെ മുന്നോട്ട് വരാനൊക്കെ ആയിട്ട് തയ്യാറായിട്ട് മുന്നിലേക്ക് വരും. നമുക്കറിയാം ഒരു കോൺഫ്ലിക്റ്റ് വരാനായിട്ട് അതിന്റെ നേരൊന്നും വേണ്ട അല്ലെ. കോൺഫ്ലിക്റ്റ് എന്ന് പറയുമ്പോൾ തർക്കങ്ങൾ, അതായത് അവിടെ കൃത്യമായിട്ടൊരു മാനദണ്ഡം അവർക്ക് ഉണ്ടാക്കാൻ പറ്റാത്ത ഒരു അവസ്ഥകൾ വരുമ്പോഴാണ് ഇതല്ലെങ്കിൽ എന്താണ് പരസ്പരം ഇവര് തമ്മിലല്ലേ നല്ലൊരു അവിടെ തീർച്ചയായിട്ടും നമുക്കറിയാം മാനേജ്മെന്റിന് വേണ്ടിയിട്ട് എന്താണ് എംപ്ലോയർക്ക് വേണ്ടിയിട്ട് മാനേജ്മെന്റ് പ്രവർത്തിക്കുകയും എംപ്ലോയിക്ക് വേണ്ടിയിട്ട് യൂണിയൻ പ്രവർത്തിക്കുകയൊക്കെ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അവിടെ രണ്ടു തരത്തിലുള്ള അഭിപ്രായങ്ങളാണ് എപ്പോഴും ഉണ്ടാവുകയുള്ളൂ അല്ലെ. അപ്പൊ അങ്ങനെയുള്ള അഭിപ്രായം വരുമ്പോൾ അവരവരുടെ ഭാഗം ശരിയാണെന്ന് വെക്കാനായിട്ട് അവർ ന്യായീകരിച്ചുകൊണ്ടിരിക്കും. എന്നാൽ എനിക്ക് മുമ്പ് എന്തെങ്കിലുമൊക്കെ നെഗോഷിയേഷൻ പ്രശ്നം അല്ലെ എന്തെങ്കിലും ചർച്ചകളൊക്കെ സംഘടിപ്പിച്ച് ഒരു തീരുമാനത്തിലൊക്കെ എത്തിയിട്ടുണ്ടെങ്കിൽ അതും കൂടി വെച്ചുകൊണ്ട് ഉള്ളിൽ വെച്ചുകൊണ്ട് തന്നെയായിരിക്കും അവര് പോരാടുന്നത്. അങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ അസംഘടിതമായിട്ടോ സംഘടിതമായിട്ടൊക്കെ പ്രശ്നങ്ങളൊക്കെ അല്ലെ ഒരു നല്ലൊരു ബഹുമാനാർത്ഥമായിട്ട് അത് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കാത്ത ഒരു അവസ്ഥയിലേക്ക് ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പൊ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ അതിന് അതിൻ്റെതായിട്ടുള്ള ഒരു ആവശ്യകതകൾ ഉണ്ടാവും അല്ലെ, ഒരു പ്രത്യേകമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാകും. അവിടെ സഹകരണത്തിന്റെ രീതിയിൽ മാത്രമാണ് അത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് പ്രധാനമായിട്ടും ഈ ഒരു സവിശേഷത എടുത്തു പറയുന്നത് മിക്സ്ചർ ഓഫ് കോർപ്പറേഷൻ ആൻഡ് കോൺഫ്ലിക്റ്റ് അല്ലെ. സഹകരണത്തിന്റെയും തർക്കങ്ങളുടെയും ഒരു കൂട്ടം ഒരു മിക്സ്ചർ ആണ് എന്തെന്ന് പറയുന്നത് എംപ്ലോയീസ് റിലേഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? ണോ? എംപ്ലോയീസ് റിലേഷൻസിന്റെ സെക്കൻഡ് പോയിന്റ്, ഫസ്റ്റ് പോയിന്റ് നമ്മൾ പറഞ്ഞു കോംപ്ലക്സ് റിലേഷൻഷിപ്പ് ആണെന്ന് പറഞ്ഞു അല്ലെ. അവിടെ പ്രശ്നമൊക്കെ അല്ലെ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമൊന്നല്ല എന്തെന്ന് പറയുന്നത് എംപ്ലോയീസ് റിലേഷൻസ് എന്ന് പറഞ്ഞു.
സെക്കൻഡ്, രണ്ടാമത്തെ കാര്യം അങ്ങനെയൊക്കെ തന്നെയാണ്. എന്തെന്ന് പറയുന്നത് സഹകരണത്തിന്റെയും അല്ലെ സങ്കടത്തിന്റെയും ഒരു മിശ്രിതം തന്നെയാണ് എന്തെന്ന് പറയുന്നത് ഒരു എംപ്ലോയീസ് റിലേഷൻസ് എന്ന് പറയുന്നത്. തേർഡ് വൺ പറയുന്നത് ഇന്റർ ഡിസിപ്ലിനറി. ഓക്കെ ആണോ? കണ്ടിന്യൂ ചെയ്തോട്ടെ. ഓക്കെ ആണോ? നെക്സ്റ്റ് എന്താ പറയുന്നത് ഇന്റർ ഡിസിപ്ലിനറി. എന്താണ് ഇന്റർ ഡിസിപ്ലിനറി എന്ന് പറയുന്നത്? അതായത് ഈ ഒരു ഇതെന്ന് പറയുന്നത് അല്ലെ നമ്മുടെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് അതിൽ എല്ലാ തരത്തിലുള്ള ഘടകങ്ങളും ഉൾക്കൊള്ളുന്നുണ്ട് അല്ലെ. നമ്മൾ പറഞ്ഞ മാതിരി ഒരു വ്യവസായ ബന്ധത്തിന്റെ ഉള്ളിലുള്ള റിലേഷൻഷിപ്പ് മാത്രമല്ല അല്ലെ, എല്ലാ തരത്തിലുള്ള ബന്ധങ്ങളും എല്ലാ തരത്തിലുള്ള മേഖലകളും അതിൽ ഉൾക്കൊള്ളുന്നുണ്ട് അല്ലെ. അതാണ് ഇന്റർ ഡിസിപ്ലിനറി എന്ന് പറയുന്നത്. ഇൻഡസ്ട്രിയൽ റിലേഷൻസ് ക്യാൻ ബി കോൾഡ് ആൻ ഇന്റർ ഡിസിപ്ലിനറി ഫീൽഡ്. അതിൽ എല്ലാ തരത്തിലുള്ള മേഖലകളും ഇൻഡസ്ട്രിയൽ റിലേഷൻസിൽ ഉൾക്കൊള്ളുന്നതാണ് അല്ലെ. അതുകൊണ്ടാണ് അതിനെ ഇന്റർ ഡിസിപ്ലിനറി ഫീൽഡ് എന്ന് പറയുന്നത്. അതായത് നമുക്ക് എന്താന്ന് നോക്കാം. ദിസ് ഈസ് ബിക്കോസ് ഇറ്റ് ഈസ് നോട്ട് എ ഫ്യൂഷൻ ഓഫ് മൾട്ടിപ്പിൾ ഡിസിപ്ലിനേഴ്സ്, rather it draws its components from various fields like sociology, law, economic, psychology, political science, etc. ഓക്കെ, അതായത് ഇതില് അല്ലെ നമുക്കറിയാം ഒരു നിശ്ചിതമായിട്ടുള്ള ഒരു മേഖല മാത്രമല്ല ഈ ഇൻഡസ്ട്രിയൽ റിലേഷൻഷിപ്പിൽ വരുന്നത് അല്ലെ. അവിടെ സാമൂഹ്യ ശാസ്ത്രവും നിയമവും അതേപോലെ സാമ്പത്തികവും മനഃശാസ്ത്രവും രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട എല്ലാ മേഖലകളിൽ നിന്നുള്ള ഘടകങ്ങളും ഇതിൽ ഉൾക്കൊള്ളുന്നുണ്ട് അല്ലെ. അതൊരു വിശാലമായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ഇതിൽ എല്ലാ ഘടകങ്ങളും ഉൾക്കൊള്ളുന്നുണ്ട് എന്ന് പറയാൻ കാരണം ഇൻ കേസ് അതൊരു വ്യവസായ സംരംഭം നമ്മൾ എന്തിനാണ് അത് ഉദ്ഘാടനം ചെയ്യാനൊക്കെ രാഷ്ട്രീയ കക്ഷികളൊക്കെ ക്ഷണിക്കാറുണ്ട് അല്ലെ, സിനിമാ നടന്മാരൊക്കെ ക്ഷണിക്കാറുണ്ട്. എന്തുകൊണ്ടത് നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രൊഡക്റ്റ് ചിലപ്പോൾ അത് വിറ്റഴിയണമെങ്കിൽ ഇവരുടെയൊക്കെ അല്ലെ ഇവരുടെയൊക്കെ ഒരു സാന്നിധ്യം കൂടി ആവശ്യമാണ് അല്ലെ. ഇവരുടെയൊക്കെ പ്രസൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ എല്ലാവരിലേക്ക് അറിയപ്പെടാനായിട്ടുള്ള സാധ്യതയുണ്ട് അല്ലെ. അപ്പൊ എല്ലാ രാഷ്ട്രീയപരമായിട്ടോ അല്ലെങ്കിൽ സാമ്പത്തികപരമായിട്ടോ നമുക്കറിയാം സാമ്പത്തികമായിട്ടുള്ള ചട്ടക്കൂടുകളും കാര്യങ്ങളും ഇതിൽ വേണം. കാരണം സാമ്പത്തിക ശാസ്ത്രം ഇതില് പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള ഫണ്ട് അല്ലെ ഇറക്കുന്ന ഫണ്ടിനനുസരിച്ചിട്ട് നേട്ടങ്ങൾ വേണമെങ്കിൽ സാമ്പത്തിക ശാസ്ത്രം നല്ല രീതിയിൽ അവലോകനം ചെയ്യണം അല്ലെ. അപ്പൊ അതുമായി ബന്ധപ്പെട്ട നമുക്കറിയാം മാർക്കറ്റ് ഫീൽഡിലേക്ക് നോക്കുമ്പോൾ അവിടെ വിറ്റഴിയാൻ പറ്റുന്ന തരത്തിലുള്ള സാഹചര്യം നമ്മൾ ആ ഒരു ബന്ധം നമ്മൾ ക്യാച്ച് ചെയ്യേണ്ടതുണ്ട് അല്ലെ. നമ്മള് എന്താണ് ചിലപ്പോ ഒരുപാട് അകലെ കൊണ്ടുപോയി സെയിൽ ചെയ്യുമ്പോൾ നമുക്കറിയാം ട്രാവലിംഗ് അലവൻസ് എക്സ്പെൻസ് അത് കൂടുതലായിട്ട് വരും അല്ലെ. അതേസമയം നമുക്ക് അടുത്തൊരു മാർക്കറ്റിൽ കമ്പോളം ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതായിരിക്കും ബെറ്റർ അല്ലെ. ഒരുപാട് ട്രാവലിംഗ് എക്സ്പെൻസ് അവിടെ വരേണ്ട ആവശ്യമില്ല അല്ലെ. അപ്പൊ എല്ലാ തരത്തിലുള്ള ഘടകങ്ങളും നമ്മൾ എന്താണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ കണ്ടെത്തേണ്ടതുണ്ട്, എല്ലാ മേഖലകളും. അതുകൊണ്ടാണ് പറയുന്നത് ഈ ഒരു ഇതില് അല്ലെ ഒരു ഇൻഡസ്ട്രി എന്ന റിലേഷൻഷിപ്പില് എല്ലാ മേഖലകളും ഉണ്ട് അല്ലെ. ഇൻ കേസ് ലോ നമുക്കറിയാം ഇത്രയും ആൾക്കാരെ അവിടെ വർക്കിംഗ് കണ്ടീഷൻ അല്ലെ ആ ഒരു സ്ഥാപനത്തില് വർക്കിന് വേണ്ടിയിട്ട് നിലനിർത്തുന്നുണ്ടെങ്കിൽ നിയമത്തിന്റെ കീഴിൽ എന്തെങ്കിലും വരുന്നുണ്ടോ അല്ലെ. ഇത്രയും മെമ്പേഴ്സിൽ കൂടുതൽ വർക്കിംഗ് ഉണ്ടാവണമെങ്കിൽ അവർക്ക് ചില കാര്യങ്ങളൊക്കെ അല്ലെ PF ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ ഗ്രാറ്റുറ്റി അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങളൊക്കെ അലോട്ട് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. സ്റ്റാറ്റ്യൂട്ടറി ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ നമ്മൾ കൊടുക്കേണ്ടതാണ് അല്ലെ. കഴിഞ്ഞ ഇതിൽ നമ്മൾ പഠിച്ചതാണ്. അപ്പൊ എല്ലാ തരത്തിലുള്ള റിലേഷൻഷിപ്പും അല്ലെ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ കൈകാര്യം ചെയ്യേണ്ടത് ഏതിൽ വരുന്നതാണ് നമ്മുടെ ഇൻഡസ്ട്രിയൽ റിലേഷൻഷിപ്പില് വരുന്നതാണ്. അതുകൊണ്ടാണ് പറയുന്നത് ഇൻഡസ്ട്രിയൽ റിലേഷൻസ് കാൻ ബി കോൾഡ് ആൻ ഇന്റർ ഡിസിപ്ലിനറി ഫീൽഡ്. ദിസ് ഈസ് ബിക്കോസ് ഇറ്റ് ഈസ് നോട്ട് എ ഫ്യൂഷൻ ഓഫ് മൾട്ടിപ്പിൾ ഡിസിപ്ലിനറീസ്, rather it draws its components from various fields like sociology, law, economics, psychology, political science, etc. Hence, in a wider perspective, industry relations is the interdisciplinary area that includes the study of various characteristics in individuals at the workplace. Okay, but നമ്മൾ എന്താ പറയേണ്ടത് എല്ലാ തരത്തിലുള്ള ബന്ധങ്ങളും അവിടെ ആവശ്യമുള്ളത് കൊണ്ട് തന്നെ അല്ലെ. വ്യവസായ ബന്ധം എന്ന് പറയുന്നത് എന്താണ് ജോലി സ്ഥലത്തെ ഒരു വ്യക്തികളുടെ വിവിധ സ്വഭാവങ്ങളും കൂടി മനസ്സിലാക്കേണ്ടതുണ്ട് അല്ലെ. അവരുടെ സ്വഭാവ സവിശേഷതകൾ കൂടി പഠിക്കേണ്ടതുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി പുറത്തുനിന്നുള്ള കുറെ ബന്ധങ്ങൾ മാത്രം നമ്മൾ കൈകാര്യം ചെയ്താൽ മാത്രം പോരാ, ഇൻഡസ്ട്രിയുടെ ഉള്ളിലുള്ള ബന്ധങ്ങളെയും കൂടി അതിൽ പഠിക്കേണ്ടതുണ്ട് അല്ലെ. അതുകൊണ്ടാണ് പറയുന്നത് ഇൻഡസ്ട്രിയൽ റിലേഷൻസ് ഈസ് ഇന്റർ ഡിസിപ്ലിനറി. അതായത് ഉള്ളിലുള്ള കുറെ ബന്ധങ്ങൾ അതിൽ എന്തൊക്കെ പഠിക്കുന്നുണ്ട്. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇൻഡിവിജ്വൽ അറ്റ് ദ വർക്ക് പ്ലേസ്, അവിടെ എന്താണ് ആ വർക്ക് പ്ലേസിൽ അവരുടെ സവിശേഷതകൾ. നമ്മളിപ്പോ എന്താണ് ഒരു ഹോസ്പിറ്റലാണ് ഒരു ഡ്യൂട്ടി കൊടുക്കണമെങ്കിൽ അവർ ഓക്കെ ക്വാളിഫിക്കേഷൻ ഒക്കെ ഓക്കെ ആണെങ്കിലും
ചിലപ്പോൾ നമുക്കറിയാം ചില കാര്യങ്ങൾ ഫേസ് ചെയ്യാനായിട്ട് അവരുടെ ബിഹേവിയർ അവരെ സമ്മതിക്കുന്നുണ്ടാവില്ല അല്ലെ. അവരെ ചിലപ്പോൾ പേടിക്കുന്ന വ്യക്തിത്വമുള്ള പേഴ്സൺസ് ആണെങ്കിൽ അവിടെ ചിലപ്പോൾ ആ ഒരു ഡ്യൂട്ടി ചെയ്യാനായിട്ട് അവർക്ക് ബുദ്ധിമുട്ടായിരിക്കും അല്ലെ. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ എല്ലാ തരത്തിലുള്ള ബന്ധങ്ങളെ കുറിച്ചും നോക്കേണ്ടതുണ്ട്. അവരുടെ ബിഹേവിയർ ആയിട്ടുള്ള ഒരു റിലേഷൻ അതുകൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. ദിസ് comprises of the study of individuals, group of workers who may or may not form a union or association, the attitude of the union organization and the employer, the public policy of or a legal framework ruling terms of employment, the economic of employment issues, and even the comparative analysis of industrial relations system in various countries over various time zones. Okay. അപ്പൊ എല്ലാ തരത്തിലും നോക്കുകയാണെങ്കിൽ അവിടെ എന്താണ് വ്യക്തിബന്ധം നോക്കണം, പിന്നെ പൊതുവായിട്ടുള്ള മറ്റു കമ്പോള നിലവാരങ്ങളെല്ലാം നോക്കുന്നതോടൊപ്പം തന്നെ ഒരു യൂണിയനൊക്കെ മുന്നിട്ട് വരാനായിട്ടുള്ള ഒരുപാട് യൂണിയനുകളും ഇതിലേക്ക് ചേക്കാറാനായിട്ടുള്ള സാധ്യതകളുണ്ട് അല്ലെ. അപ്പൊ ആ യൂണിയന്റെയും കൂടി കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ചിലപ്പോ ഒരു കൂട്ടം വ്യക്തികളൊക്കെ ഒരു യൂണിയൻ രൂപീകരിക്കാനൊക്കെ ആയിട്ട് സാധിക്കും അല്ലെ. ഒരു ഓർഗനൈസേഷനിൽ തന്നെ വ്യത്യസ്ത യൂണിയനുകൾ ഉണ്ടാവോ? അങ്ങനെയും ഉണ്ടാവോ? വ്യത്യസ്ത യൂണിയനുകൾ പ്രവർത്തിക്കുന്നുണ്ടാവോ? ഒരു കൂട്ടം ബിഹേവിയർ ഉള്ളവര് ഒരു യൂണിയനിലായിരിക്കും അല്ലെ. മറ്റു തരത്തിലുള്ള ബിഹേവിയറുകളായിട്ടുള്ള ആറ്റിറ്റ്യൂഡ് ഉള്ളവര് വേറൊരു യൂണിയനിലായിരിക്കും പ്രവർത്തിക്കുന്നത്. അപ്പൊ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് പോകുക എന്ന് പറയുന്നത് നമുക്കറിയാം നാച്ചുറലി അത് റിസ്ക് പ്രോസസ്സ് തന്നെയാണ് അല്ലെ. അപ്പൊ ഈ യൂണിയനിൽ ഏർപ്പെടുന്ന വ്യക്തികൾ അല്ലെ, അതിൽ അംഗങ്ങളാവുന്ന വ്യക്തികളുടെ നേച്ചർ അനുസരിച്ചിട്ട് നമുക്ക് അല്ലെ റൂൾസ് ആൻഡ് റെഗുലേഷൻസിനും ചെറിയ ചെറിയ ഭേദഗതികളൊക്കെ വരുത്തേണ്ടതായിട്ട് വരും. അതുകൊണ്ട് തന്നെ പറയുന്നത് ദിസ് കംപ്രൈസസ് ഓഫ് ദ സ്റ്റഡി ഓഫ് ഇൻഡിവിജ്വൽസ്, ഗ്രൂപ്പ് ഓഫ് വർക്കേഴ്സ്, അവിടെ ഇൻഡിവിജ്വൽസിന്റെ സ്റ്റഡി ആവശ്യമാണ്. ഗ്രൂപ്പ് ഓഫ് വർക്കേഴ്സ് ഹു മേ ഓർ നോട്ട് ഫോം എ യൂണിയൻ ഓർ അസോസിയേഷൻ, the attitude of the union organization and the employer, the public policy of a legal framework ruling terms of employment. ഓരോന്നും കോമയായിട്ട് പറയണം അല്ലെ. അവിടെ എടുത്ത് പറയുന്നുണ്ട് എന്താണ് പലതരത്തിലുള്ള കാര്യങ്ങൾ അല്ലെ. ഇവിടെ ഓരോന്നും നോക്കുകയാണെങ്കിൽ എന്താണ് ഇൻഡസ്ട്രിയൽ റിലേഷൻസിലെ വേരിയസ് അല്ലെ, ഒരു സോണം ഓരോ വിവിധ മേഖല കേസ് ഒരു സ്റ്റേറ്റ് തമ്മിലുള്ള ഒരു ട്രാൻസാക്ഷൻ ഒക്കെ നടത്തണമെങ്കിൽ അവിടുത്തെ സോണുകൾ തമ്മിൽ അല്ലെ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു ബന്ധം അവിടെ ക്രിയേറ്റ് ചെയ്യണം. ഇനി കൺട്രികൾ തമ്മിൽ എന്തെങ്കിലും റിലേഷൻഷിപ്പ് നടത്തേണ്ടതുണ്ടെങ്കിൽ ആ ഒരു രീതിയിൽ നല്ലൊരു ബെറ്റർ റിലേഷൻഷിപ്പ് ഉണ്ടാക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ പല വിധത്തിലുള്ള അസോസിയേഷനുകൾ അല്ലെ, ഈ പറഞ്ഞ മാതിരി പല യൂണിയനുകൾ ഇതിൽ ചേക്കേറുന്നുണ്ടെങ്കിൽ അവിടെ അവരോട് നല്ല രീതിയിലുള്ള ബന്ധം വെച്ച് പുലർത്തേണ്ടതുണ്ട് അല്ലെ. അതേമാതിരി തന്നെ ഈ യൂണിയനിൽ വ്യത്യസ്ത തരത്തിലുള്ള നേച്ചറുള്ള പേഴ്സൺസ് നമ്മൾ പറഞ്ഞ വ്യത്യസ്ത യൂണിയനുകൾ ഉണ്ടാവും അല്ലെ. അപ്പോൾ ഇൻഡിവിജ്വലിന്റെ ബിഹേവിയറിനനുസരിച്ചിട്ട് തന്നെ നമ്മൾ നല്ലൊരു ബെറ്റർ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകേണ്ടതുണ്ട്. അപ്പൊ അതിനനുസരിച്ചിട്ട് എന്താണ് ഒരു പബ്ലിക് ആയിട്ടുള്ള ലീഗൽ ഫ്രെയിംവർക്ക് ഒക്കെ അവിടെ മെയിൻറ്റെയിൻ റൂളിംഗ് കാര്യങ്ങളൊക്കെ എന്താണ് നിയമ ചട്ടക്കൂടുകളൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയാലാണ് ഇവിടെ എല്ലാവരെയും തന്നെ ലീഡ് ചെയ്യാനായിട്ട് അല്ലെ അതിനനുസരിച്ചിട്ട് തന്നെ കോപ്പറേറ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് എന്താന്ന് പറയുന്നത് ഇതൊരു ഇന്റർ ഡിസിപ്ലിനറി ആണ് അല്ലെ. ഒരു വിവിധ മേഖലകൾ അല്ലെ, ഒരു കൂട്ടം മേഖലയല്ല, ഒരു ജസ്റ്റ് എന്താണ് ഒരു കാര്യം മാത്രമല്ല അതിൽ ഇൻവോൾവ്ഡ് ആവുന്നത്. അതിൽ വ്യത്യസ്ത തരത്തിലുള്ള മേഖലകൾ ഉൾക്കൊള്ളുന്ന ഒരു ഇടമാണ് എന്ന് പറയുന്നത് റിലേഷൻഷിപ്പ് എന്ന ഒരു ഘടകത്തിൽ വരുന്നത്. ക്ലിയർ ആവുന്നുണ്ടോ? ഒക്കെയാണോ? ജസ്റ്റ് ഇന്റർ ഡിസിപ്ലിനറിയെ കുറിച്ചിട്ട് ഒരു ഐഡിയ കിട്ടിയോ? ചെയ്യണം. അപ്പോ എന്താ പറയുന്നത്, അപ്പോ ഇവിടെ എല്ലാം അല്ലെ വിവിധ മേഖലകളില് വിവിധ സമയങ്ങളൊക്കെ എടുത്ത് തന്നെ അവരുമായിട്ട് കൈകാര്യം ചെയ്തൊക്കെ കൊണ്ടുപോകേണ്ടതുണ്ട്. Then an integrated interdisciplinary approach helps one to have industrial relations as an area that consists of different subjects such as grievance redressal, then എന്താണ് collective bargaining, pay fixation, employee benefits and quality of work life, state labor policy, industrial conflicts, etc. ഓക്കെ. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ഒരു സോണുകൾ തിരിച്ചിട്ടുള്ള രീതിയിൽ തന്നെ അവരവരുടേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഏൺ ചെയ്തെടുക്കുമ്പോൾ അല്ലെ. അപ്പൊ അവിടെ എന്താണ് കളക്റ്റീവ് ബാർഗെയിനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വിലപേശി അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ നേടിയെടുക്കുന്നു, പ്രശ്നങ്ങൾക്ക് പരിഹാരങ്ങൾ കണ്ടെത്തേണ്ടതുണ്ട്.
ദെൻ എന്താണ് എന്തെങ്കിലും പേയ്മെന്റും കാര്യങ്ങൾക്കൊക്കെ ഫിക്സേഷൻ കണ്ടെത്തേണ്ടതുണ്ട്. എംപ്ലോയീസിന് അവരുടേതായിട്ടുള്ള ഡ്യൂട്ടിക്ക് അനുസരിച്ചിട്ടുള്ള ബെനിഫിറ്റ്സുകളൊക്കെ ലഭ്യമാക്കേണ്ടതുണ്ട്. അതേമാതിരി തന്നെ ക്വാളിറ്റി ഓഫ് വർക്ക് ലൈഫ് അല്ലെ, ജീവിത നിലവാരം ഉയർത്തി കൊടുക്കേണ്ടതുണ്ട്. സ്റ്റേറ്റ് ലേബർ പോളിസി നിയമങ്ങൾക്ക് അടിസ്ഥാനത്തിൽ അല്ലെ, സ്റ്റേറ്റ് ഗവൺമെന്റിന്റേതായിട്ടുള്ള നയങ്ങൾക്ക് അടിസ്ഥാനത്തിൽ തന്നെ എന്താണ് ഈ ഒരു ഇൻഡസ്ട്രിയും ഫോളോ ചെയ്ത് പോകേണ്ടതുണ്ട്. തർക്കങ്ങൾ ഉണ്ടെങ്കിൽ അതെല്ലാം പരിഹരിച്ചു പോകേണ്ടതുണ്ട് അല്ലെ. അപ്പൊ ഈ വിവിധ മേഖലകളുമായി ബന്ധപ്പെട്ട ഏതൊരു കാര്യങ്ങൾ വരുമ്പോഴും അതിനെല്ലാം ഫേസ് ചെയ്യാനായിട്ടും എന്താണ് ആ ഇൻഡസ്ട്രി വളരേണ്ടതുണ്ട്. അപ്പൊ നല്ലൊരു ബെറ്റർ റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ ഏത് മേഖലകളിലും എന്താണ് ഉള്ള പ്രശ്നങ്ങൾ നല്ല രീതിയിൽ സോൾവ് ചെയ്യാതെ പോകാനായിട്ട് സാധിക്കുള്ളൂ. അവിടെ നമുക്കറിയാം കമ്പനിയിൽ എന്താണ് വ്യത്യസ്ത തരത്തിലുള്ള അസോസിയേഷനുകൾ അല്ലെങ്കിൽ യൂണിയനുകളൊക്കെ ഉണ്ട്. അതേമാതിരി തന്നെ സ്റ്റേറ്റിന്റേത് ഗവൺമെന്റിന്റേതായിട്ടുള്ള പോളിസികളുണ്ട് എല്ലാം അല്ലെ. ഇപ്പൊ ഒരു സാമ്പത്തിക നയവുമായി ബന്ധപ്പെട്ട പോളിസികളുണ്ട്. അതേമാതിരി തന്നെ തൊഴിലാളികൾക്ക് അനുസൃതമായിട്ടുള്ള നിയമപരമായിട്ടുള്ള പോളിസികളൊക്കെ ഉണ്ട് അല്ലെ. അപ്പൊ എല്ലാ നയങ്ങളും നമ്മൾ ഒരേപോലെ തന്നെ വീക്ഷിക്കേണ്ടതുണ്ട് അല്ലെ. ഒരു കമ്പനി ആകുമ്പോൾ എല്ലാ നയത്തിനും അത് ഫോളോ ചെയ്യാനായിട്ട് ഇവര് ബാധ്യസ്ഥരാണ്. അപ്പൊ എല്ലാ തരത്തിലുള്ള റിലേഷൻഷിപ്പും മെയിൻറ്റെയിൻ ചെയ്ത് പോയാൽ മാത്രമാണ് എല്ലാം അല്ലെ. ഇപ്പൊ ഇൻ കേസ് ഒരു ടാക്സിന്റുമായി ബന്ധപ്പെട്ട ഒരു സെക്ഷൻ വരികയാണെങ്കിൽ അല്ലെ, അവിടെ GSTയും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്കറിയാം ഇൻഡസ്ട്രി അവരുടേതായിട്ടുള്ള പങ്കാളിത്തം, അവരുടേതായിട്ടുള്ള തർക്കങ്ങളൊക്കെ പരിഹരിക്കുന്നു ഒന്നിച്ച് ഒറ്റക്കെട്ടായിട്ട് നിന്നാണ് അല്ലെ. ഒരു നല്ലൊരു ബന്ധം ഉണ്ടെങ്കിൽ മാത്രമാണ് അവരുടെ പ്രശ്നങ്ങൾക്ക് സോൾവ് കണ്ടെത്താനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പൊ വിവിധ മേഖലകൾ അതിലുണ്ട് അല്ലെ. ഇൻ കേസ് നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി അവിടെയുള്ള എംപ്ലോയീസിന് അല്ലെ അവരുടേതായിട്ടുള്ള കുറെ ബെനിഫിഷ്യൽ ആയിട്ടുള്ള പാക്കേജുകൾ അത് നേടിയെടുക്കണമെങ്കിലും നമുക്കറിയാം തീർച്ചയായിട്ടും നല്ലൊരു ബെറ്റർ റിലേഷൻഷിപ്പ് ഉണ്ടാവണം അല്ലെ. എങ്കിൽ മാത്രമാണ് ആ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്യുക. എന്തൊക്കെയാണ് റൂൾസ് അത് ഫോളോ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് അവിടെയുള്ള യൂണിയനുകൾ എന്തൊക്കെ തർക്കങ്ങൾ മുന്നോട്ട് വന്നാലും അതനുസരിച്ചിട്ട് തന്നെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ബേസ് ചെയ്തിട്ട് തന്നെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ ആയിട്ട് സാധിക്കുള്ളൂ. അപ്പൊ അത് എല്ലാ മേഖലകളും കൈകാര്യം ചെയ്യേണ്ടത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, അപ്പൊ വിവിധ മേഖലകൾ ഉൾക്കൊള്ളുന്നതാണ് എന്ന് പറയുന്നത് എംപ്ലോയീസ് റിലേഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ ഫസ്റ്റ് പോയിന്റ് നമ്മൾ പറഞ്ഞു കോംപ്ലക്സ് റിലേഷൻഷിപ്പ്, അതൊരു സങ്കീർണമായിട്ടുള്ള ഒരു ബന്ധം തന്നെയാണെന്ന് പറഞ്ഞു. മിക്സ്ചർ ഓഫ് കോർപ്പറേഷൻ ഓഫ് കോൺഫ്ലിക്റ്റ് അല്ലെ, അവിടെ ഒരുപാട് തർക്കങ്ങൾ വരാനായിട്ടുള്ള സാധ്യതകൾ, അത് ഏതൊക്കെ രീതിയിലാണ് ആ തർക്കങ്ങൾ വരുന്നത് അല്ലെ എന്നുള്ള കാര്യങ്ങളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കി. വീണ്ടും ഇൻഡസ്ട്രിയൽ എന്താണ് ഇന്റർ ഡിസിപ്ലിനറി എന്ന് പറയുമ്പോൾ നമുക്കറിയാം വിവിധ മേഖലകളിൽ അത് പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്തൊക്കെ കൊണ്ടുപോകണമെങ്കിൽ നല്ലൊരു ബെറ്റർ റിലേഷൻഷിപ്പ് ഉണ്ടാവണം. ഓക്കെ, അതും അതിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു സവിശേഷതയാണ്. വീണ്ടും ഒരു ചെറിയ ഒരു ഇതും കൂടി ഉണ്ട്, മൾട്ടി ഡയമെൻഷൻ ഇൻ നേച്ചർ. അതുകൂടി നോക്കിയേക്കാം. എന്താണ് ബഹുമുഖ സ്വഭാവമാണ് നമ്മുടെ എന്താണ് ഇൻഡസ്ട്രിയൽ റിലേഷൻഷിപ്പിനും ഉള്ളത്. ഇൻഡസ്ട്രിയൽ റിലേഷൻസ് ഡു നോട്ട് ഓപ്പറേറ്റ് പർപ്പസ്ഫുള്ളി, rather it multi-dimensional in nature and affected by several factors, vice versa institutional, economic and technological factors etc. ഓക്കെ, നമ്മൾ നേരത്തെ കണ്ട മാതിരി തന്നെ എല്ലാ തരത്തിലുള്ള ബന്ധങ്ങളും വേണം അല്ലെ, എല്ലാ തരത്തിലുള്ള മേഖലകളും ഉണ്ട് എന്ന് പറയുന്നത് പോലെ തന്നെ ഇതൊരു ബഹുമുഖ സ്വഭാവം തന്നെയുള്ള കാര്യമാണ്. കാരണം സാമ്പത്തികമായിട്ടുള്ള മേഖലകളുണ്ട്, അതോടൊപ്പം തന്നെ ഇൻസ്റ്റിറ്റ്യൂഷനായിട്ടുള്ള മേഖലകള്, സാങ്കേതികപരമായിട്ടുള്ള ഘടകങ്ങളെല്ലാം ഇതിൽ പെടുന്നുണ്ട് അല്ലെ. നമ്മളിപ്പോ ഒരു ഫാക്ടറി, ഒരു ഇൻഡസ്ട്രിയില് അല്ലെ ഒരു ഇന്ന മെഷീൻസ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്, ഇന്ന ടെക്നോളജിയാണ് അവിടെ ഉപയോഗിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമുക്കത് ഡെവലപ്പ് ചെയ്തെടുക്കണമെങ്കിൽ അവരുമായിട്ടൊരു നല്ല ബന്ധം ഉണ്ടാവണം അല്ലെ. അപ്പൊ അവിടെ എങ്ങനെയാണ് ഈ ഒരു മെഷീൻ സ്ഥാപിച്ചിട്ട് എങ്ങനെ അവിടെ നല്ല രീതിയിൽ പ്രോപ്പറായിട്ട് റിസൾട്ട് നേടിയെടുക്കാൻ സാധിക്കുമോ അല്ലെ. നല്ലൊരു റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിലാണ് അതൊക്കെ അറിഞ്ഞ് നമ്മുടെ ഇൻഡസ്ട്രിയിലും അത് യൂട്ടിലൈസ് ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കുള്ളൂ അല്ലെ. അതേമാതിരി തന്നെ ഏത് ടെക്നോളജി ആണെങ്കിലും അല്ലെ, ഏത് ടെക്നോളജി ആണെങ്കിലും നമ്മൾ അത് യൂസ് ചെയ്യണമെങ്കിൽ നല്ലൊരു ബന്ധം അവിടെ സ്ഥാപിക്കേണ്ടതുണ്ട്. ഇതേമാതിരി തന്നെ ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെ, നമ്മുടേതായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ തന്നെയാണ് മറ്റു അവിടെയെങ്കിലും അല്ലെ, അവിടെ എങ്ങനെയാണ് അവിടെയുള്ള തൊഴിലാളികളോട് എന്തൊക്കെ ഓഫറുകളൊക്കെ കൊടുത്തിട്ടുണ്ട് അല്ലെ, എന്തൊക്കെ ബെനിഫിറ്റുകൾ കൊടുത്തിട്ടുണ്ടോ അതനുസരിച്ചിട്ട് അവർക്ക് എന്തെങ്കിലും മോട്ടിവേഷൻ കിട്ടിയോ അല്ലെ, അതൊക്കെ നമുക്ക് കൈകാര്യം ചെയ്യണമെങ്കിൽ എന്താണ് അവരായിട്ട് നല്ലൊരു ബെറ്റർ റിലേഷൻഷിപ്പ് വേണം അല്ലെ. അപ്പൊ സാമ്പത്തികമായിട്ടാണെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷണലായിട്ടാണെങ്കിലും ടെക്നോളജിക്കൽ ആയിട്ടാണെങ്കിലും എന്തെങ്കിലും ഘടകങ്ങൾ നമുക്ക് കൈകാര്യം ചെയ്യണമെങ്കിൽ
എന്താണ് അവിടെ എന്താണ് ബഹുമുഖ ഒരു നേച്ചർ അല്ലെ, ബഹുമുഖ സ്വഭാവത്തോട് കൂടിയിട്ട് തന്നെ നമ്മൾ മറ്റുള്ളവരുമായിട്ട് നല്ലൊരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്താൽ മാത്രമാണ് അത് കൈകാര്യം ചെയ്തെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് പറയുന്നത് ഇൻഡസ്ട്രിയൽ റിലേഷൻസ് ഡു നോട്ട് ഓപ്പറേറ്റ് പർപ്പോസിവലി. എന്താണ് അവിടെ ദേശീയയുടെ എന്താണ് വ്യവസായ ബന്ധങ്ങളെ ലക്ഷ്യമില്ലാതെയല്ല അല്ലെ, ഒരു പർപ്പസും ഇല്ലാതെയല്ല അവിടെ പ്രവർത്തിക്കുന്നത്. ഒരു ഇൻഡസ്ട്രിക്ക് അതിൻ്റെതായ ലക്ഷ്യമുണ്ട്. അപ്പൊ ഈ ലക്ഷ്യമുള്ള അതേ ഇൻഡസ്ട്രി വേറെ അവര് മറ്റൊന്നുമുണ്ടെങ്കിൽ അവരായിട്ട് ഒരു കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അല്ലെ, അവിടെ ഒരു നല്ലൊരു എങ്ങനെയാണ് യന്ത്ര സാമഗ്രികളൊക്കെ എന്തെങ്കിലും ഡെവലപ്പ് ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ അവിടെ ഇന്ന ഘടകങ്ങൾ അല്ലെ സാമ്പത്തികമായിട്ട് ഇത്രയും ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് അവർ ഡെവലപ്പ് ചെയ്തെടുത്തത്, അല്ലെങ്കിൽ ഒറ്റയടിക്ക് ഇത്രയും പ്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് അത് അങ്ങനെ കൈകാര്യം ചെയ്തത് അല്ലെ. അപ്പൊ അത് കൃത്യമായിട്ട് തന്നെ അത് നല്ലൊരു റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിലാണ് അത് ഗ്രഹിച്ച് അത് കൈകാര്യം ചെയ്യാനായിട്ട് നമ്മുടെ എംപ്ലോയിലേക്കും അത് അഡോപ്റ്റ് ചെയ്തുകൊണ്ടൊക്കെ ഡെവലപ്പ് ചെയ്തെടുക്കാനൊക്കെ ആയിട്ട് സാധിക്കുള്ളൂ അല്ലെ. അപ്പൊ ഒരു നല്ലൊരു ഉദ്ദേശത്തോടു കൂടിയിട്ടായിരിക്കും അല്ലെ, ഒരു ഉദ്ദേശമില്ലാതെ ആയിരിക്കില്ല ഒരു വ്യവസായ സ്ഥാപനം സ്ഥാപിക്കുന്നത്. ആ വ്യവസായ സ്ഥാപനം ഇങ്ങനെ ഒരു ഉദ്ദേശം വരുമ്പോൾ അവിടെ എന്താണ് അവിടെ ബഹുമുഖമായിട്ട് എല്ലാവരുമായിട്ട് പൊരുത്തപ്പെട്ടു പോകുന്ന ഒരു നേച്ചർ ആയിരിക്കും ഉണ്ടായിരിക്കേണ്ടത്. എങ്കിൽ മാത്രമാണ് ആ ഒരു വ്യവസായ സംരംഭങ്ങൾക്ക് വികസിച്ച് മുന്നേറാനായിട്ട് സാധിക്കുകയുള്ളൂ. അല്ലേ? ഹെഡിങ് ഒക്കെ ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചേരെ. ഇതില് എല്ലാം വ്യത്യസ്തമായിട്ടുള്ളതാണ്. ഇപ്പൊ നേച്ചർ വിളിച്ചു കഴിഞ്ഞാൽ സ്കോപ്പ് ഉണ്ട്, അതോടൊപ്പം തന്നെ നമുക്ക് ഒബ്ജക്റ്റീവ്സ് വരുന്നുണ്ട്, അതേപോലെ തന്നെ അങ്ങനെ ഓരോ സെക്ഷൻ ആയിട്ടാണ്. അപ്പൊ നിങ്ങൾ ഓരോന്നിന്റെയും ആ പോയിന്റ്സ് ഹെഡിങ് ഒക്കെ ഒന്ന് ജസ്റ്റ് മനസ്സിലാക്കി പഠിക്കാം. ഓക്കെ, എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? വായിച്ചു നോക്കണം. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു.